കിണ്ണൻ അറിയോ? എൻ്റെ അച്ഛ എൻ്റെ സ്വന്തമല്ല. അത് കേട്ട് ബദ്രി ഒന്ന് ഞെട്ടി. നീ നിനക്കറിയാമായിരുന്നോ? രാമച്ചൻ അച്ചുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, അന്ന് അവരുടെ വീട്ടിൽ പോയപ്പോൾ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ല. അതറിഞ്ഞു തന്നെയാണ് ഞാൻ വളർന്നത്. കണ്ണനും അറിയാം. എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ വേണ്ടി വന്നതാണ് അന്നവർ. പക്ഷേ എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കണ്ണൻ സ്വയം. അവൾ മുഖം പൊത്തി കരഞ്ഞു. മനസ്സിൻ്റെ വേദന താങ്ങാൻ വയ്യ. എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടി അയാൾ ചതിച്ചു. ആ പാവത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കി അയാൾ. അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയപ്പോൾ എന്നെ മറന്നുപോയിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാ എന്നെ കൊല്ലാൻ. 25 വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാളുടെ സ്വത്തുക്കളെല്ലാം എൻ്റെ കൈപ്പിടിയിൽ വരും എന്ന് പേടിച്ച്. വീട്ടിൽ വന്ന് എന്നും ശല്യം ചെയ്യും. എന്നെ സംരക്ഷിക്കാൻ എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ അവനെ വട്ടം പിടിച്ചു. ഏറെ നേരം നീണ്ടു നിന്നു അവളുടെ കരച്ചിൽ. പതിയെ ഏങ്ങലളികൾ നേർത്തു വന്നു. ബദ്രി അപ്പോഴും മൗനമായി ഇരുന്നതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് ബദ്രി ഇരു കണ്ണിലും അമർത്തി ചുംബിച്ചു. ഐസ്ക്രീം വേണോ അച്ചുട്ടാ? അവൻ സ്നേഹത്തോടെ, അതിലുപരി വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ അതിശയത്തോടെ അവനെ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വാങ്ങി വരാം. അവൻ എഴുന്നേറ്റ് മുണ്ട് മടക്കി കുത്തി മുന്നോട്ട് നടന്നു. അച്ചു അവനെ നോക്കിയിരുന്നു. ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്ന് അവൾക്കടുത്തിരുന്ന് വായിൽ വെച്ചു കൊടുത്തു. അച്ചു അവനെ നോക്കിയിരുന്നു. അവൻ തരുന്നത് വാങ്ങിക്കഴിച്ചു. അച്ചുമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വീട്ടിലെത്തിയപ്പോൾ അപ്പു ആദ്യം ചോദിച്ചത് അതായിരുന്നു. ബദ്രി പ്രാൾക്കുട്ടിയും കൊണ്ട് സോഫയിൽ ഇരിപ്പായിരുന്നു. ഒന്നുമില്ല അപ്പുട്ടാ, തലവേദന. അച്ചു അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. അപ്പു ബദ്രിയുടെ അടുത്ത് ചെന്നിരുന്നു. കണ്ണേട്ടാ, അപ്പു അവനെ തോണ്ടി വിളിച്ചു. അച്ചയുടെ പാറുക്കുട്ടി ഒരു ഉമ്മ തന്നെ. ബദ്രി അപ്പുവിനെ മൈൻഡ് ചെയ്യാതെ പാറൂട്ടിനെ കളിപ്പിക്കുകയായിരുന്നു. കണ്ണേട്ടാ, എന്നെ നോക്കു മനുഷ്യ. അപ്പു അവനെ പിടിച്ചു കുലുക്കി. ആ എന്താടാ? ബദ്രി ശബ്ദം ഉയർത്തി. ഒരു ബൈക്ക് വാങ്ങിത്തരാവോ പ്ലീസ്? അവൻ കൊഞ്ചിക്കൊണ്ട് ബദ്രിയുടെ തോളിലൂടെ കൈയിട്ടു. പിന്നെ ബൈക്ക് ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. നീ പൈസ കൊണ്ട് വച്ചിട്ടുണ്ടോ ഇവിടെ ബൈക്ക് വാങ്ങാൻ? ബദ്രി അവനെ കൂർപ്പിച്ചു നോക്കി. പണിക്ക് പോയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് ബൈക്ക് വാങ്ങിത്താ മനുഷ്യ. അതല്ലേ ഹീറോയിസം? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ. അവൻ്റെ ഒരു ബൈക്ക് ബസ്സിനങ്ങ് പോയാൽ മതി. ഇല്ലേ എൻ്റെ ബുള്ളറ്റ് എടുത്തോ. അതെപ്പോഴും കയ്യിലുണ്ടാവില്ലല്ലോ. എനിക്ക് സ്വന്തമായിട്ടൊന്ന് വേണം. ഞാൻ ലൈസൻസ് എടുക്കാൻ പോവാ. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ബദ്രി അത് പറഞ്ഞതും അപ്പു ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. ബദ്രി ഒളി കണ്ണാലെ അവനെ നോക്കി ചിരിച്ചു. അവൻ്റെ ഒരു വാശി കണ്ടോ പാറുക്കുട്ടി? ബദ്രി മോളുടെ വയറിൽ മുഖം ചേർത്ത് ഇക്കിളിയിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ പൊട്ടിച്ചിരിച്ചു. അന്ന് രാത്രിയും അമ്മയ്ക്കും മോൾക്കും വാരി കൊടുത്തത് ബദ്രി തന്നെയായിരുന്നു. ബദ്രി മോളെ എടുത്ത് തോളിലിട്ട് ഉറക്കി. മരുന്ന് കഴിക്കാനുണ്ട് അച്ചു. ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന അച്ചുവിനോടായി പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ടേബിളിലിരുന്ന് മരുന്നെടുത്ത് കഴിച്ചു. ബദ്രി അവൾക്കടുത്ത് ചെന്നിരുന്നു. അച്ചു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പാറുകുട്ടി അവൻ്റെ ഇടനെഞ്ചിൽ ഒതുങ്ങിക്കൂടി. പാറു ഉറങ്ങിയതും അവളെ ചുമരിനോട് ചേർത്ത് കിടത്തി അച്ചുവിനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. നെറുകയിലെ സിന്ദൂര ചുവപ്പിൽ അവൻ ചുണ്ടമർത്തി. കിണ്ണാ. ശരിക്കും കിണ്ണന് ഭ്രാന്താണല്ലേ? പ്രണയം വിരുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. ബദ്രി അറിയാതെ ചിരിച്ചു. നിന്നെ എന്ന് പ്രണയിച്ചു തുടങ്ങിയോ അന്നു മുതൽ ഭ്രാന്താണ്. അതിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പടർന്ന് പന്തലിച്ചു. ഇപ്പോൾ അതിൻ്റെ ശിഖരങ്ങളിലൊക്കെയും പൂക്കുന്നത് നീയാണ്. ബദ്രി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ഹൃദയത്തിൽ പൂവിട്ട ചെമ്പരത്തി. അടുത്ത ജന്മവും ഇനിയുള്ള 7 ജന്മവും അങ്ങനെ മതി. ചെമ്പരത്തിയായിട്ടോ? എൻ്റെ ഭ്രാന്തിനെ സ്നേഹിക്കാൻ മറ്റൊരു ഭ്രാന്തിക്കല്ലേ കഴിയൂ. ശരീരത്തിൽ കൈകൾ ചുറ്റി വരിയുന്ന പോലെ തോന്നിയാണ് ബദ്രി കണ്ണു തുറന്നത്. അച്ചു വിറച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുവാണ്. കഴുത്തിലമർന്ന അവളുടെ നെറ്റിയുടെ ചൂട് അറിഞ്ഞോന്നോണം അവൻ അവളെ അടർത്തി മാറ്റാൻ നോക്കി. അച്ഛേ. അവൾ ഞെരങ്ങിക്കൊണ്ട് അവരിലേക്ക് ചേർന്ന് കിടന്നു. അച്ചുട്ടാ. അവളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. കിണ്ണാ. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. അവൾ കരയുകയായിരുന്നു. അച്ഛനെന്ന ഏങ്ങലടികൾക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു. ബദ്രി അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു. ഏങ്ങലടികൾ പതിയെ നേർത്തു വന്നു. അവന് ചുറ്റി വരിഞ്ഞിരുന്ന കൈകൾ പതിയെ അയഞ്ഞു. ബദ്രി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. അടഞ്ഞു തുടങ്ങിയ അവളുടെ കണ്ണുകൾ മൃദുവായി ചുംബിച്ചു.
നന്നായി പനിക്കുന്നുണ്ട്. പുറത്തെ ചെറു ചാറ്റൽ മഴയിലും അവൾ കിടന്നു വിറച്ചു. ബദ്രി എഴുന്നേറ്റ് അവളുടെ കഴുത്തറ്റം പുതച്ചു കൊടുത്തു. എഴുന്നേറ്റ് പോകാൻ നിന്ന അവൻ്റെ ഷർട്ടിൽ അവളുടെ പിടി വീണു. കിണ്ണാ. കൂമ്പിയടഞ്ഞ കണ്ണുകൾ തുറക്കാൻ കഴിയാതെ അവൾ വിളിച്ചു. ബദ്രി ലൈറ്റ് ഓൺ ചെയ്ത് അവൾക്കരികിലിരുന്നു. ഞാൻ ഇവിടെ ഉണ്ട് അച്ചുട്ടിയെ. വലത് നെറ്റിയിൽ ചുണ്ടമർത്തിയപ്പോൾ അവളുടെ പനിച്ചൂട് അധരങ്ങളിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു. മെല്ലെ അവളുടെ കൈകൾ വേർപ്പെടുത്തി ചുമരിനോട് ചേർന്ന് കിടന്ന് സുഖമായി ഉറങ്ങുന്ന പാറുകുട്ടിയെ വാരിയെടുത്തു. ഉറക്കം മുറിഞ്ഞപ്പോൾ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ബദ്രിയെ നോക്കി. കുഞ്ഞി ചുണ്ടുകൾ ചുളിച്ചുള്ള ആ നോട്ടം കണ്ടപ്പോഴേ ബദ്രിക്ക് മനസ്സിലായി ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയതിൻ്റെ പ്രതിഷേധമായി കരയാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരിയെന്ന്. ആ കുഞ്ഞി ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞു. കരയാനായി ഒരുങ്ങുന്ന പാറുകുട്ടിയെ ദയനീയമായി നോക്കി ബദ്രി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് കാട്ടി. പാറു വിതുമ്പ് കൊണ്ട് ബദ്രിയെ നോക്കി വീണ്ടും ഒന്ന് ചിണുങ്ങി. അച്ഛയുടെ പാറുകുട്ടിയെ, കരയല്ലേ, അമ്മ ഉറങ്ങുമല്ലേ? അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പാറുകുട്ടി ഒരു കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ച് മുറുകെ വായിൽ വെച്ച് നുണയാൻ തുടങ്ങി. ബദ്രി അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പാറുകുട്ടി വീണ്ടും എന്തോ മൂളിക്കൊണ്ട് അവൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിത്തുടങ്ങിയിരുന്നു. ബദ്രി അപ്പുവിൻ്റെ റൂമിലേക്ക് ചെന്നു. ലൈറ്റിട്ടു. അപ്പു മൂടി പൊതിച്ച് സുഖമായിട്ട് ഉറങ്ങുവാണ്. ബദ്രി അവനടുത്തേക്ക് ചെന്നു. അപ്പു, ഡാ. അവൻ്റെ മേലിൽ നിന്ന് പുതപ്പ് മാറ്റിയിട്ട് തട്ടി വിളിച്ചു. എവിടെ? അവനുണ്ട്, ഉണരുന്നു. ബദ്രി വീണ്ടും വിളിച്ചു. എന്താ മനുഷ്യ? ചെവി പൊത്തിക്കൊണ്ട് ഈർഷ്യയോടെ അപ്പു എഴുന്നേറ്റു. കണ്ണടച്ച് തന്നെയാണ് ഇരിപ്പ്. ഡാ ലുട്ടാപ്പി. ബദ്രി ദേഷ്യത്തോടെ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടുകൊടുത്തു. അപ്പു ഒന്ന് ഞെട്ടി. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അച്ചുവിന് നല്ല പനി. നീ മോളെ നിന്റെ അടുത്ത് കിടത്തിക്കോ. ഡോക്ടറുടെ അടുത്ത് പോകുവാണോ കണ്ണേട്ട? എന്നാ ഞങ്ങളും വരും. ബദ്രിയുടെ കയ്യിൽ നിന്ന് പാറുകുട്ടിയെ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഇപ്പോൾ പോണില്ല, മരുന്നിരിപ്പുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ നാളെ പോവാം. അപ്പു ഒന്ന് മൂളി. കിടന്നോ. പിന്നെ കുഞ്ഞുണ്ടെന്ന ഓർമ്മ വേണം. കൈയും കാലും എടുത്ത് അതിൻ്റെ മേലേക്കിടരുത്. ഇല്ല എൻ്റെ മനുഷ്യ, ഞാനും എൻ്റെ പാറുകുട്ടിയും ഉറങ്ങാൻ പോകുക. അപ്പു കുഞ്ഞിനെ അരുക്കിൽ കിടത്തി അവളോട് ചേർന്ന് അവൻ കിടന്നു. ബദ്രി ചെറുചിരിയോടെ അവൾക്ക് പുതച്ചു കൊടുത്തുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ചു. ബദ്രി അവളെ മെല്ലെ വിളിച്ചു. കണ്ണു തുറന്നില്ലേലും അവൾ മൂളുന്നുണ്ടായിരുന്നു. മെല്ലെ അവൻ എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി. അവശതയോടെ അവൾ പാതി മിഴികൾ തുറന്നു. കുടിക്ക്. ബദ്രി ചെറു ചൂടോടെ ചുക്കാപ്പി അവളുടെ വായിലേക്ക് മുട്ടിച്ചു. ആദ്യമൊന്ന് മുഖം ചുളിച്ചെങ്കിലും പിന്നെ അവൾ മുഴുവൻ കുടിച്ചു. തുണി നനച്ച് അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. അച്ചു ക്ഷീണത്തോടെ അവൻ്റെ മടിയിലേക്ക് തലവെച്ചു. വയറിലേക്ക് മുഖമമർത്തി വെച്ച് ചുരുണ്ടുകൂടി. ബദ്രി അവളെ തലോടിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. രാവിലെ മൊബൈൽ റിംഗ് ടോൺ കേട്ടാണ് ബദ്രി കണ്ണു തുറന്നത്. ഉറക്കം വിട്ടുമാറാതെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പോഴേക്കും റിങ് നിന്നിരുന്നു. മടിയിൽ കിടന്ന് അച്ചു അപ്പോഴും ഉറക്കാണ്. അവൻ നെറ്റിയിൽ തൊട്ടു നോക്കി. ചെറിയ ചൂടുണ്ട്. മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. വീണ്ടും ഫോൺ റിങ് ചെയ്തു. ടേബിളിലിരുന്ന ഫോൺ കയ്യെത്തി എടുത്തു നോക്കി. നയനയാണ്. കാൾ അറ്റൻഡ് ചെയ്തു. ഹലോ നയന. ബദ്രി, ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വിളിച്ചതാണ്. അല്പം മടിയോടെയാണ് നയന സംസാരിച്ചു തുടങ്ങിയത്. എന്താടീ, കാര്യം പറ. എടാ, അത് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വരുവാണ്. ആഹാ, നിന്റെ കെട്ടിയവൻ്റെ അസുഖം ഭേദായോ? അവൻ തിരക്കി. ഇല്ല, വീൽ ചെയറിലിരിക്കാം, അത്ര തന്നെ. നിരാശയോടെ അവൾ പറഞ്ഞു. ബദ്രി ഒരു നിമിഷം നിശബ്ദനായി. ബദ്രി, എൻ്റെ പപ്പ ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂർ പോയേക്കുക. എന്തോ ഇൻവെസ്റ്റേഴ്സ് ബോർഡ് മീറ്റിംഗ് ഉണ്ടത്രേ. നീ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുമോ? ഹരിയെ കാറിൽ നിന്നിറക്കാനും അകത്തേക്ക് കൊണ്ടുപോകാനും എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലാഞ്ഞിട്ടാ. അവളുടെ ശബ്ദം നേർത്തു. ബദ്രി ഒന്ന് ചിരിച്ചു. കൊള്ളാലോ, നിന്റെ കെട്ടിയവനെ ഈ അവസ്ഥയിലാക്കിയ എന്നെക്കൊണ്ട് തന്നെ അവനെ എടുപ്പിച്ച് പ്രതികാരം ചെയ്യുവാണോ നീ? കളിയാലെ അവൻ ചോദിച്ചു. നായന ഒന്നും പറഞ്ഞില്ല. അവൾക്ക് അത് ഹേർട്ടായെന്ന് അവന് മനസ്സിലായി. ഞാൻ വരാം, റെഡിയാകുമ്പോൾ എന്നെ വിളിക്ക്. താങ്ക്സ് ഡാ, ഞങ്ങൾ റെഡിയായി. ഈ രാവിലെയോ? ഇവിടെ നിന്ന് ഹരിക്കും അടുത്തു. രാവിലെ അവന് മെഡിസിൻ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ എണീക്കും. ശരി, ഞാൻ വന്നേക്കാം. എൻ്റെ കാറുണ്ട് വീട്ടിൽ, അതെടുത്ത് വന്നാൽ മതി. അവനൊന്ന് മൂളിക്കൊണ്ട് കാള് കട്ടാക്കി. അവന് പോകാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല. പക്ഷേ നയനയോട് എങ്ങനെയാ പറ്റില്ലെന്ന് പറയാം. ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. PGക്ക് അവൾ വേറെ കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടും അടുപ്പക്കുറവൊന്നും തോന്നിയിട്ടില്ല.
നല്ല ക്യാരക്ടറാണ്, എന്തും തുറന്നു പറയുന്ന നല്ലൊരു സുഹൃത്ത്. ബദ്രി ഒന്ന് നിശ്വസിച്ചു. അച്ചുവിനെ ബെഡിലേക്ക് കിടത്തി പുതച്ചു കൊടുത്തു. രാത്രിയിൽ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു സുഖമായി ഉറങ്ങുവാണിപ്പോൾ. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. സമയം 8 മണിയായിരിക്കുന്നു. പുറത്തുനിന്ന് പാറുക്കുട്ടിയുടെ ചിരി കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉമ്മറത്ത് പാറുകുട്ടിയും കളിച്ചിരിക്കുവാണ് അപ്പു. മുറ്റത്ത് തത്തി നടക്കുന്ന പ്രാവുകളെ കൈകാട്ടി വിളിക്കുവാണ് കുഞ്ഞിപ്പാറു. ചായ, ബദ്രി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആ ടേബിളിൽ ഇരിപ്പുണ്ട്, ഞാൻ പാറുക്കുട്ടിക്ക് പാല് കൊടുക്കുക. ഫീഡിംഗ് ബോട്ടിൽ കയ്യിലെടുത്തുകൊണ്ട് അപ്പു വിളിച്ചു പറഞ്ഞു. ബദ്രി ചിരിയോടെ ടേബിളിലിരുന്ന് ചായ എടുത്തു കുടിച്ചു. ഡാ, ഞാനിപ്പോൾ വരാം. അച്ചു എഴുന്നേറ്റ പറയണം മരുന്ന് കഴിക്കാൻ അവളോട് പറയണം. ഷർട്ട് മാറി വന്നുകൊണ്ട് അവൻ അപ്പുവിനോട് പറഞ്ഞു. എങ്ങോട്ടാ കണ്ണേട്ടാ? അപ്പു പാറുട്ടിയും കൊണ്ട് എഴുന്നേറ്റു. അത്ത. പാറുക്കുട്ടി ബദ്രിയുടെ മേലേക്ക് ചാഞ്ഞു. ആഹാ, എന്താ അച്ചയുടെ പാറുക്കുട്ടി വിളിച്ചേ? അച്ചാന്നോ? ബദ്രി സന്തോഷത്തോടെ അവളെ എടുത്തുയർത്തി. അച്ച എന്നല്ല, അത്ത എന്നാണ്. അപ്പു ചുണ്ടുപൊട്ടി. പോടാ, നിനക്ക് എന്തറിയാം? ബദ്രി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് കുഞ്ഞിപ്പാറുൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. അച്ചയുടെ പാറുക്കുട്ടി അപ്പൂട്ടൻ്റെ കൂടെ ഇരിക്കട്ടോ. ബദ്രി മോളെ അപ്പൂന് കൊടുത്തു. എങ്ങോട്ടാ കണ്ണേട്ടാ? ഞാൻ നായനയെ പിക്ക് ചെയ്യാനാ, അവൾ വിളിച്ചിരുന്നു. ബദ്രി അതും പറഞ്ഞ് ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ആ ഹരി ഉണ്ടാവില്ലേ? അപ്പു ഗൗരവത്തോടെ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ ബുള്ളറ്റിൽ കയറി. കണ്ണാട്ടൻ എന്തിനാ പോണേ? അവനൊരു നന്ദി ഉണ്ടാവില്ല, ചെറ്റയാണ്, അപ്പു ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ അപ്പൂട്ട, അവന് വേണ്ടത് ഞാൻ കൊടുത്തു. അതിപ്പോൾ കുറഞ്ഞാലും കൂടിയാലും. അവന് 2 പൊട്ടിച്ചപ്പോൾ ഞാൻ സംതൃപ്തനായി. ഇനിയിപ്പോൾ അവനെ ഞാൻ സഹായിച്ചെന്ന് കരുതി എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം തോന്നേണ്ടത് അവനല്ലേ? എന്നെ സംബന്ധിച്ച് ഹരി ഒന്നുമല്ല. ഇതൊരു സഹായം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എത്ര അഗതി മന്ദിരങ്ങളിൽ പോയിരിക്കുന്നു, അവിടുത്തെ എത്ര പേര് സഹായിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഞാൻ പലരെയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ ആരൊക്കെയോ ദ്രോഹിച്ചു, കൊല്ലാൻ നോക്കി എന്നൊക്കെ. അങ്ങനെയുള്ളൂ ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അപ്പുവിൻ്റെ കവിളിൽ ഒന്ന് തട്ടി പാറുകുട്ടിയുടെ നെറ്റിൽ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. കിണ്ണൻ അറിയോ, എൻ്റെ അച്ഛ എൻ്റെ സ്വന്തമല്ല. അത് കേട്ട് ബദ്രി ഒന്ന് ഞെട്ടി. നിനക്കറിയാമായിരുന്നോ? രാമച്ചൻ അച്ചുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, അന്ന് അവരുടെ വീട്ടിൽ പോയപ്പോൾ. അച്ഛ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ല. അതറിഞ്ഞു തന്നെയാണ് ഞാൻ വളർന്നത്. കണ്ണനും അറിയാം. എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ വേണ്ടി വന്നതാണ് അന്നവർ. പക്ഷേ എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കണ്ണൻ സ്വയം. അവൾ മുഖം പൊത്തി കരഞ്ഞു. മനസ്സിൻ്റെ വേദന താങ്ങാൻ വയ്യ. എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടി അയാൾ ചതിച്ചു. ആ പാവത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കി അയാൾ. അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയപ്പോൾ എന്നെ മറന്നുപോയിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാ എന്നെ കൊല്ലാൻ. 25 വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാളുടെ സ്വത്തുക്കളെല്ലാം എൻ്റെ കൈപ്പിടിയിൽ വരും എന്ന് പേടിച്ച്. വീട്ടിൽ വന്ന് എന്നും ശല്യം ചെയ്യും. എന്നെ സംരക്ഷിക്കാൻ എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ അവനെ വട്ടം പിടിച്ചു. ഏറെ നേരം നീണ്ടു നിന്നു അവളുടെ കരച്ചിൽ. പതിയെ ഏങ്ങലളികൾ നേർത്തു വന്നു. ബദ്രി അപ്പോഴും മൗനമായി ഇരുന്നതേയുള്ളൂ. കുറച്ചു കഴിഞ്ഞ് അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് ബദ്രി 2 കണ്ണിലും അമർത്തി ചുംബിച്ചു. ഐസ്ക്രീം വേണോ അച്ചുട്ടാ? അവൻ സ്നേഹത്തോടെ അതിലുപരി വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ അതിശയത്തോടെ അവനെ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ ഇരിക്ക്, ഞാൻ പോയി വാങ്ങി വരാം. അവൻ എഴുന്നേറ്റ് മുണ്ട് മടക്കി കുത്തി മുന്നോട്ട് നടന്നു. അച്ചു അവനെ നോക്കിയിരുന്നു. ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്ന് അവൾക്കടുത്തിരുന്ന് വായിൽ വെച്ച് കൊടുത്തു. അച്ചു അവനെ നോക്കിയിരുന്നു. അവൻ തരുന്നത് വാങ്ങിക്കഴിച്ചു. അച്ചുമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വീട്ടിലെത്തിയപ്പോൾ അപ്പു ആദ്യം ചോദിച്ചത് അതായിരുന്നു. ബദ്രി പ്രാൾക്കുട്ടിയും കൊണ്ട് സോഫയിൽ ഇരിപ്പായിരുന്നു. ഒന്നുമില്ല അപ്പൂട്ടാ, തലവേദന. അച്ചു അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. അപ്പു ബദ്രിയുടെ അടുത്ത് ചെന്നിരുന്നു. കണ്ണേട്ടാ, അപ്പു അവനെ തോണ്ടി വിളിച്ചു. അച്ചയുടെ പാറുക്കുട്ടി ഒരു ഉമ്മ തന്നെ. ബദ്രി അപ്പുവിനെ മൈൻഡ് ചെയ്യാതെ പാറൂട്ടിനെ കളിപ്പിക്കുകയായിരുന്നു. കണ്ണേട്ടാ, എന്നെ നോക്കു മനുഷ്യ. അപ്പു അവനെ പിടിച്ചു കുലുക്കി. ആ എന്താടാ? ബദ്രി ശബ്ദം ഉയർത്തി. ഒരു ബൈക്ക് വാങ്ങിത്തരാവോ പ്ലീസ്? അവൻ കൊഞ്ചിക്കൊണ്ട് ബദ്രിയുടെ തോളിലൂടെ കൈയിട്ടു. പിന്നെ ബൈക്ക് ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. നീ പൈസ കൊണ്ട് വച്ചിട്ടുണ്ടോ ഇവിടെ ബൈക്ക് വാങ്ങാൻ? ബദ്രി അവനെ കൂർപ്പിച്ചു നോക്കി. പണിക്ക് പോയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് ബൈക്ക് വാങ്ങിത്താ മനുഷ്യ, അതല്ലേ ഹീറോയിസം? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ. അവൻ്റെ ഒരു ബൈക്ക്, ബസ്സിനങ്ങ് പോയാൽ മതി. ഇല്ലേ എൻ്റെ ബുള്ളറ്റ് എടുത്തോ. അതെപ്പോഴും കയ്യിലുണ്ടാവില്ലല്ലോ.
എനിക്ക് സ്വന്തമായിട്ടൊന്ന് വേണം. ഞാൻ ലൈസൻസ് എടുക്കാൻ പോവാ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ബദ്രി അത് പറഞ്ഞതും അപ്പു ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. ബദ്രി ഒളി കണ്ടാലെ അവനെ നോക്കി ചിരിച്ചു. അവൻ്റെ ഒരു വാശി കണ്ടോ പാറുക്കുട്ടി? ബദ്രി മോളുടെ വയറിൽ മുഖം ചേർത്ത് ഇക്കിളി ഇട്ടുകൊണ്ട് പറഞ്ഞു. അവൾ പൊട്ടിച്ചിരിച്ചു. അന്ന് രാത്രിയും അമ്മയ്ക്കും മോൾക്കും വാരിക്കൊടുത്തത് ബദ്രി തന്നെയായിരുന്നു. ബദ്രി മോളെ എടുത്ത് തോളിലിട്ട് ഉറക്കി. മരുന്ന് കഴിക്കാനുണ്ട് അച്ചു, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന അച്ചുവിനോടായി പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ടേബിളിലിരുന്ന് മരുന്നെടുത്ത് കഴിച്ചു. ബദ്രി അവൾക്കടുത്ത് ചെന്നിരുന്നു. അച്ചു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പാറുക്കുട്ടി അവൻ്റെ ഇടം നെഞ്ചിൽ ഒതുങ്ങിക്കൂടി. പാറു ഉറങ്ങിയതും അവളെ ചുമരിനോട് ചേർത്ത് കിടത്തി അച്ചുവിനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. നെറുകയിലെ സിന്ദൂര ചുവപ്പിൽ അവൻ ചുണ്ടമർത്തി. കിണ്ണാ. ശരിക്കും കിണ്ണന് ഭ്രാന്താണല്ലേ? പ്രണയം വിരുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. ബദ്രി അറിയാതെ ചിരിച്ചു. നിന്നെ എന്ന് പ്രണയിച്ചു തുടങ്ങിയോ അന്നു മുതൽ ഭ്രാന്താണ്. അതിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പടർന്ന് പന്തലിച്ചു. ഇപ്പോൾ അതിൻ്റെ ശിഖരങ്ങളിലൊക്കെയും പൂക്കുന്നത് നീയാണ്. ബദ്രി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ഹൃദയത്തിൽ പൂവിട്ട ചെമ്പരത്തി. അടുത്ത ജന്മവും ഇനിയുള്ള 7 ജന്മവും അങ്ങനെ മതി. ചെമ്പരത്തിയായിട്ടോ? എൻ്റെ ഭ്രാന്തിനെ സ്നേഹിക്കാൻ മറ്റൊരു ഭ്രാന്തിക്കല്ലേ കഴിയൂ. ശരീരത്തിൽ കൈകൾ ചുറ്റിവരിയുന്ന പോലെ തോന്നിയാണ് ബദ്രി കണ്ണു തുറന്നത്. അച്ചു വിറച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുവാണ്. കഴുത്തിലമർന്ന അവളുടെ നെറ്റിയുടെ ചൂടറിഞ്ഞോന്നോണം അവൻ അവളെ അടർത്തി മാറ്റാൻ നോക്കി. അച്ഛേ. അവൾ ഞെരങ്ങിക്കൊണ്ട് അവരിലേക്ക് ചേർന്ന് കിടന്നു. അച്ചുട്ടാ. അവളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. കിണ്ണാ. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. അവൾ കരയുകയായിരുന്നു. അച്ഛനെന്ന ഏങ്ങലടികൾക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു. ബദ്രി അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു. ഏങ്ങലടികൾ പതിയെ നേർത്തു വന്നു. അവന് ചുറ്റി വരിഞ്ഞിരുന്ന കൈകൾ പതിയെ അയഞ്ഞു. ബദ്രി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. അടഞ്ഞു തുടങ്ങിയ അവളുടെ കണ്ണുകൾ മൃദുവായി ചുംബിച്ചു. നന്നായി പനിക്കുന്നുണ്ട്. പുറത്തെ ചെറു ചാറ്റൽ മഴയിലും അവൾ കിടന്നു വിറച്ചു. ബദ്രി എഴുന്നേറ്റ് അവളുടെ കഴുത്തറ്റം പുതച്ചു കൊടുത്തു. എഴുന്നേറ്റ് പോകാൻ നിന്ന അവൻ്റെ ഷർട്ടിൽ അവളുടെ പിടി വീണു. കിണ്ണാ. കൂമ്പിയടഞ്ഞ കണ്ണുകൾ തുറക്കാൻ കഴിയാതെ അവൾ വിളിച്ചു. ബദ്രി ലൈറ്റ് ഓൺ ചെയ്ത് അവൾക്കരികിലിരുന്നു. ഞാൻ ഇവിടെ ഉണ്ട് അച്ചുട്ടിയെ. വലത് നെറ്റിയിൽ ചുണ്ടമർത്തിയപ്പോൾ അവളുടെ പനിച്ചൂട് അധരങ്ങളിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു. മെല്ലെ അവളുടെ കൈകൾ വേർപ്പെടുത്തി. ചുമരിനോട് ചേർന്ന് കിടന്ന് സുഖമായി ഉറങ്ങുന്ന പാറുകുട്ടിയെ വാരിയെടുത്തു. ഉറക്കം മുറിഞ്ഞപ്പോൾ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ബദ്രിയെ നോക്കി. കുഞ്ഞു ചുണ്ടുകൾ ചുളിച്ചുള്ള ആ നോട്ടം കണ്ടപ്പോഴേ ബദ്രിക്ക് മനസ്സിലായി ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയതിൻ്റെ പ്രതിഷേധമായി കരയാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരിയെന്ന്. ആ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി. കണ്ണുകൾ നിറഞ്ഞു. കരയാനായി ഒരുങ്ങുന്ന പാറുക്കുട്ടിയെ ദയനീയമായി നോക്കി ബദ്രി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് കാട്ടി. പാറു വിതുമ്പുകൊണ്ട് ബദ്രിയെ നോക്കി. വീണ്ടും ഒന്ന് ചിണുങ്ങി. അച്ഛയുടെ പാറുക്കുട്ടിയെ, കരയല്ലേ, അമ്മ ഉറങ്ങുവല്ലേ? അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പാറുക്കുട്ടി ഒരു കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ച് മുറുകെ വായിൽ വെച്ച് നുണയാൻ തുടങ്ങി. ബദ്രി അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പാറുക്കുട്ടി വീണ്ടും എന്തോ മൂളിക്കൊണ്ട് അവൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിത്തുടങ്ങിയിരുന്നു. ബദ്രി അപ്പുവിൻ്റെ റൂമിലേക്ക് ചെന്നു. ലൈറ്റ് ഇട്ടു. അപ്പു മൂടി പൊതിച്ച് സുഖമായിട്ട് ഉറങ്ങുവാണ്. ബദ്രി അവനടുത്തേക്ക് ചെന്നു. അപ്പു ഡാ. അവൻ്റെ മേലിൽ നിന്ന് പുതപ്പ് മാറ്റിയിട്ട് തട്ടി വിളിച്ചു. എവിടെ? അവനുണ്ട്, ഉണരുന്നു. ബദ്രി വീണ്ടും വിളിച്ചു. എന്താ മനുഷ്യ? ചെവി പൊത്തിക്കൊണ്ട് ഈർഷ്യയോടെ അപ്പു എഴുന്നേറ്റു. കണ്ണടച്ച് തന്നെയാണ് ഇരിപ്പ്. ഡാ ലുട്ടാപ്പി. ബദ്രി ദേഷ്യത്തോടെ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടുകൊടുത്തു. അപ്പു ഒന്ന് ഞെട്ടി. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അച്ചുവിന് നല്ല പനി. നീ മോളെ നിന്റെ അടുത്ത് കിടത്തിക്കോ. ഡോക്ടറുടെ അടുത്ത് പോകുവാണോ കണ്ണേട്ട? എന്നാ ഞങ്ങളും വരും. ബദ്രിയുടെ കയ്യിൽ നിന്ന് പാറുക്കുട്ടിയെ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഇപ്പോൾ പോണില്ല, മരുന്നിരിപ്പുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ നാളെ പോവാം. അപ്പു ഒന്ന് മൂളി. കിടന്നോ. പിന്നെ കുഞ്ഞുണ്ടെന്ന ഓർമ്മ വേണം. കൈയും കാലും എടുത്ത് അതിൻ്റെ മേലേക്കിടരുത്. ഇല്ല എൻ്റെ മനുഷ്യ. ഞാനും എൻ്റെ പാറുക്കുട്ടിയും ഉറങ്ങാൻ പോകുക. അപ്പു കുഞ്ഞിനെ അരുക്കിൽ കിടത്തി അവളോട് ചേർന്ന് അവൻ കിടന്നു. ബദ്രി ചെറുചിരിയോടെ അവൾക്ക് പുതച്ചു കൊടുത്തുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ചു. ബദ്രി അവളെ മെല്ലെ വിളിച്ചു. കണ്ണു തുറന്നില്ലേലും അവൾ മൂളുന്നുണ്ടായിരുന്നു. മെല്ലെ അവൻ എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി. അവശതയോടെ അവൾ പാതി മിഴികൾ തുറന്നു. കുടിക്ക്.
ബദ്രി ചെറു ചൂടോടെ ചുക്കാപ്പി അവളുടെ വായിലേക്ക് മുട്ടിച്ചു. ആദ്യമൊന്ന് മുഖം ചുളിച്ചെങ്കിലും പിന്നെ അവൾ മുഴുവൻ കുടിച്ചു. തുണി നനച്ച് അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. അച്ചു ക്ഷീണത്തോടെ അവൻ്റെ മടിയിലേക്ക് തലവെച്ചു. വയറിലേക്ക് മുഖമമർത്തി വെച്ച് ചുരുണ്ടുകൂടി. ബദ്രി അവളെ തലോടിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. രാവിലെ മൊബൈൽ റിംഗ് ടോൺ കേട്ടാണ് ബദ്രി കണ്ണു തുറന്നത്. ഉറക്കം വിട്ടുമാറാതെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പോഴേക്കും റിങ് നിന്നിരുന്നു. മടിയിൽ കിടന്ന് അച്ചു അപ്പോഴും ഉറക്കാണ്. അവൻ നെറ്റിയിൽ തൊട്ടു നോക്കി. ചെറിയ ചൂടുണ്ട്. മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. വീണ്ടും ഫോൺ റിങ് ചെയ്തു. ടേബിളിലിരുന്ന ഫോൺ കയ്യെത്തി എടുത്തു നോക്കി. നയനയാണ്. കാൾ അറ്റൻഡ് ചെയ്തു. ഹലോ നയന. ബദ്രി, ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വിളിച്ചതാണ്. അല്പം മടിയോടെയാണ് നയന സംസാരിച്ചു തുടങ്ങിയത്. എന്താടീ, കാര്യം പറ. എടാ, അത് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വരുവാണ്. ആഹാ, നിന്റെ കെട്ടിയോൻ്റെ അസുഖം ഭേദായോ? അവൻ തിരക്കി. ഇല്ല, വീൽ ചെയറിലിരിക്കാം, അത്ര തന്നെ, നിരാശയോടെ അവൾ പറഞ്ഞു. ബദ്രി ഒരു നിമിഷം നിശബ്ദനായി. ബദ്രി, എൻ്റെ പപ്പ ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂർ പോയേക്കുവാ. എന്തോ ഇൻവെസ്റ്റേഴ്സ് ബോർഡ് മീറ്റിംഗ് ഉണ്ടത്രേ. നീ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുമോ? ഹരിയെ കാറിൽ നിന്നിറക്കാനും അകത്തേക്ക് കൊണ്ടുപോകാനും എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലാഞ്ഞിട്ടാ. അവളുടെ ശബ്ദം നേർത്തു. ബദ്രി ഒന്ന് ചിരിച്ചു. കൊള്ളാലോ, നിന്റെ കെട്ടിയോനെ ഈ അവസ്ഥയിലാക്കിയ എന്നെ കൊണ്ട് തന്നെ അവനെ എടുപ്പിച്ച് പ്രതികാരം ചെയ്യുവാണോ നീ? കളിയാലെ അവൻ ചോദിച്ചു. നായന ഒന്നും പറഞ്ഞില്ല. അവൾക്ക് അത് ഹേർട്ടായെന്ന് അവന് മനസ്സിലായി. ഞാൻ വരാം, റെഡിയാകുമ്പോൾ എന്നെ വിളിക്ക്. താങ്ക്സ് ഡാ, ഞങ്ങൾ റെഡിയായി. ഈ രാവിലെയോ? ഇവിടെ നിന്ന് ഹരിക്ക് മടുത്തു. രാവിലെ അവന് മെഡിസിൻ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ എണീക്കും. ശരി, ഞാൻ വന്നേക്കാം. എൻ്റെ കാറുണ്ട് വീട്ടിൽ, അതെടുത്ത് വന്നാൽ മതി. അവനൊന്ന് മൂളിക്കൊണ്ട് കാള് കട്ടാക്കി. അവന് പോകാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല. പക്ഷേ നയനയോട് എങ്ങനെയാ പറ്റില്ലെന്ന് പറയാം. ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. PGക്ക് അവൾ വേറെ കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടും അടുപ്പക്കുറവൊന്നും തോന്നിയിട്ടില്ല. നല്ല ക്യാരക്ടറാണ്, എന്തും തുറന്നു പറയുന്ന നല്ലൊരു സുഹൃത്ത്. ബദ്രി ഒന്ന് നിശ്വസിച്ചു. അച്ചുവിനെ ബെഡിലേക്ക് കിടത്തി പുതച്ചു കൊടുത്തു. രാത്രിയിൽ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു സുഖമായി ഉറങ്ങുവാണിപ്പോൾ. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. സമയം 8 മണിയായിരിക്കുന്നു. പുറത്തുനിന്ന് പാറുക്കുട്ടിയുടെ ചിരി കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉമ്മറത്ത് പാറുകുട്ടിയും കളിച്ചിരിക്കുവാണ് അപ്പു. മുറ്റത്ത് തത്തി നടക്കുന്ന പ്രാവുകളെ കൈകാട്ടി വിളിക്കുവാണ് കുഞ്ഞിപ്പാറു. ചായ, ബദ്രി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആ ടേബിളിൽ ഇരിപ്പുണ്ട്, ഞാൻ പാറുക്കുട്ടിക്ക് പാല് കൊടുക്കുക. ഫീഡിംഗ് ബോട്ടിൽ കയ്യിലെടുത്തുകൊണ്ട് അപ്പു വിളിച്ചു പറഞ്ഞു. ബദ്രി ചിരിയോടെ ടേബിളിലിരുന്ന് ചായ എടുത്തു കുടിച്ചു. ഡാ, ഞാനിപ്പോൾ വരാം. അച്ചു എഴുന്നേറ്റ പറയണം, മരുന്ന് കഴിക്കാൻ അവളോട് പറയണം. ഷർട്ട് മാറി വന്നുകൊണ്ട് അവൻ അപ്പുവിനോട് പറഞ്ഞു. എങ്ങോട്ടാ കണ്ണേട്ടാ? അപ്പു പാറുട്ടിയും കൊണ്ട് എഴുന്നേറ്റു. അത്ത. പാറുക്കുട്ടി ബദ്രിയുടെ മേലേക്ക് ചാഞ്ഞു. ആഹാ, എന്താ അച്ചയുടെ പാറുക്കുട്ടി വിളിച്ച് അച്ചാന്നോ? ബദ്രി സന്തോഷത്തോടെ അവളെ എടുത്തുയർത്തി. അച്ച എന്നല്ല, അത്ത എന്നാണ്. അപ്പു ചുണ്ടുകൊട്ടി. പോടാ, നിനക്ക് എന്തറിയാം? ബദ്രി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് കുഞ്ഞിപ്പാറുൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. അച്ചയുടെ പാറുക്കുട്ടി അപ്പൂട്ടൻ്റെ കൂടെ ഇരിക്കട്ടോ. ബദ്രി മോളെ അപ്പൂന് കൊടുത്തു. എങ്ങോട്ടാ കണ്ണേട്ടാ? ഞാൻ നായനയെ പിക്ക് ചെയ്യാനാ, അവൾ വിളിച്ചിരുന്നു. ബദ്രി അതും പറഞ്ഞ് ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ആ ഹരി ഉണ്ടാവില്ലേ? അപ്പു ഗൗരവത്തോടെ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ ബുള്ളറ്റിൽ കയറി. കണ്ണാട്ടൻ എന്തിനാ പോണേ? അവനൊരു നന്ദി ഉണ്ടാവില്ല, ചെറ്റയാണ്, അപ്പു ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ അപ്പൂട്ട, അവന് വേണ്ടത് ഞാൻ കൊടുത്തു. അതിപ്പോൾ കുറഞ്ഞാലും കൂടിയാലും. അവന് 2 പൊട്ടിച്ചപ്പോൾ ഞാൻ സംതൃപ്തനായി. ഇനിയിപ്പോൾ അവനെ ഞാൻ സഹായിച്ചെന്ന് കരുതി എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം തോന്നേണ്ടത് അവനല്ലേ? എന്നെ സംബന്ധിച്ച് ഹരി ഒന്നുമല്ല. ഇതൊരു സഹായം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എത്ര അഗതി മന്ദിരങ്ങളിൽ പോയിരിക്കുന്നു, അവിടുത്തെ എത്ര പേര് സഹായിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഞാൻ പലരെയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ ആരൊക്കെയോ ദ്രോഹിച്ചു, കൊല്ലാൻ നോക്കി എന്നൊക്കെ. അങ്ങനെയുള്ളൂ ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അപ്പുവിൻ്റെ കവിളിൽ ഒന്ന് തട്ടി. പാറുകുട്ടിയുടെ നെറ്റിൽ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. ഉണ്ണിയേട്ടാ, എഴുന്നേറ്റേ. അമ്മാള് വിളിച്ചതും ശങ്കർ ഒന്ന് മൂളിക്കൊണ്ട് പുതച്ചു മൂടിക്കിടന്നു. ഒന്ന് എണീക്കേട്ടാ, ദേ ഇച്ചുക്ക വിളിക്കുന്നു. അവൾ അവൻ്റെ മേൽ നിന്ന് പുതപ്പ് വലിച്ചു നീക്കി കയ്യിലെ ഫോൺ നീട്ടി. അവനോട് പോയി പണി നോക്കാൻ പറ. എണീക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഉറക്കപ്രാന്തൻ. അമ്മാള് കെറിവിച്ചുകൊണ്ട് അവൻ്റെ പുറത്തേക്ക് ഒരടി കൊടുത്തു. ആ, എന്തോ നാടി, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ശങ്കർ ചാടി എണീറ്റ് അവൾക്ക് നേരെ അലറി.
ഇല്ല, സമ്മതിക്കില്ല. മര്യാദയ്ക്ക് എണീറ്റ് ജോലിക്ക് പോവാൻ നോക്കും മനുഷ്യ. അരക്ക് കൈ കൊടുത്ത് നിന്നവൾ അവനോട് പറഞ്ഞു. ശങ്കർ തല കുടഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി. പിന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ചെന്നു. പോകാൻ നേരം അവളുടെ കവിളിൽ ഒന്ന് മുത്താനും അവൻ മറന്നില്ല. കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും അവൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരുന്നു. ഇന്ന് നേരത്തെ വരുമോ? ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നേരം അവൾ ചോദിച്ചു. എന്തിനാ? വീട്ടിൽ പോകാൻ. പിന്നെ ഞാൻ 2 ദിവസം നിന്നിട്ടേ വരൂട്ടോ, ചേച്ചിയും ഉണ്ട് വീട്ടിൽ, അവൾ പറഞ്ഞു. ശങ്കർ അവളെ നോക്കി. 2 ദിവസമോ? അവൻ അവളെ നോക്കി കണ്ണിലുട്ടി. പ്ലീസ് ഉണ്ണിയേട്ടാ, 2 ദിവസമല്ലേ, പ്ലീസ്. അവൾ അവൻ്റെ താടിയിൽ പിടിച്ചു. ശരി, 2 ദിവസം കഴിഞ്ഞാൽ വന്നേക്കണം. ഉറപ്പായും. പുഞ്ചിരിക്കുന്ന അവൻ്റെ കവിളിൽ അവളൊരു ഉമ്മ കൊടുത്തു. ശങ്കർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. ഇച്ചുവാണ്. അവൻ ധൃതിയിൽ കഴിച്ചെഴുന്നേറ്റു. ഞാൻ ഇറങ്ങുവാ. ധൃതി പിടിച്ച് ഇറങ്ങിപ്പോയി. അമ്മാളും ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിന്നു. നീ പോയാൽ പിന്നെ കൂട്ടുകാരുടെ കൂടെ കൂടാൻ കാത്തു നിൽക്കുന്നവനാ. വാതിൽക്കൽ നിന്ന് അമ്മ പറഞ്ഞത് കേട്ട് അവൾ മുഖം ചുളിച്ചു. വേണേൽ നോക്കിക്കോ, നീ വീട്ടിൽ പോയാൽ പിന്നെ ഇറങ്ങും അവൻ. പിന്നെ വീടും വേണ്ട, ആരും വേണ്ട, പാതിരാത്രി കയറി വരും. അമ്മ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അമ്മാളും എന്തേലും ആകട്ടെ എന്ന് കരുതി അമ്മയ്ക്ക് പിന്നാലെ അകത്തേക്ക് കയറി. ഹലോ, എത്തിയോ? ഓക്കെ, ഞങ്ങൾ പുറത്തേക്ക് വരാം. നയന ഫോൺ കട്ടാക്കിക്കൊണ്ട് ഹരിയെ നോക്കി. പോകാം ഹരി. അവനൊന്ന് മൂളി. നയന വീൽ ചെയർ ഉന്തി പുറത്തേക്കിറങ്ങി. പുറത്ത് കാറിൽ ചാരി നിൽക്കുന്ന ബദ്രിയെ കണ്ട് ഹരിയുടെ മുഖം വല്ലാതെയായി. ഇവനെന്താ ഇവിടെ? ഹരി മൂഷിച്ചലോടെ ചോദിച്ചു. ബദ്രി അല്ലാതെ ആരെയും വിളിക്കുക ഹരി? നിന്റെ ഫ്രണ്ട്സ് ആരെയും വിളിച്ചാൽ വരുമോ? നയന ചോദിച്ചു. ഹരി മറുപടി പറഞ്ഞില്ല. നയന മുന്നോട്ട് വന്ന് ബദ്രിയുടെ കയ്യിൽ പിടിച്ചു. നീ വീണ്ടും തടിച്ചല്ലോ ബദ്രി. അന്ന് കണ്ടതിനേക്കാളും നിറവും വെച്ചു. ബദ്രി ചിരിച്ചുകൊണ്ട് നോക്കിയത് ഹരിയെയായിരുന്നു. അവൻ ഹരിയുടെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ട് ഹരി, സുഖാണോ? ബദ്രി ചോദിക്കുന്നത് കേട്ട് ഹരിയുടെ മുഖം വിളറിയിരുന്നു. വല്ലാതെ ദേഷ്യവും വന്നു. ബദ്രി ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ എങ്ങനെ ഹരി, പോകാം? ആ ചോദ്യത്തിന് മുന്നിൽ ഹരി മുഖം കുനിച്ചു. ബദ്രി തന്നെ അവനെ താങ്ങിപ്പിടിച്ചു. ഹരിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഞാൻ ഹെൽപ്പ് ചെയ്യണോ ബദ്രി? ഏയ് വേണ്ടടി, ഇതെനിക്ക് പറ്റാവുന്നതേ ഉള്ളൂ, ബദ്രി പറഞ്ഞു. ഞാനാണ് പിടിച്ചെഴുന്നേൽപ്പിച്ചതെന്ന് വല്ലപ്പോഴും ഓർക്കടേ ദത്തൻ സാറിൻ്റെ മോനെ, ബദ്രി ഹരി മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. ഹരി മുഖമുയർത്തി അവനെ നോക്കി. യാത്രയിലുടനീളം നിശബ്ദത തളം കെട്ടി നിന്നു. ബദ്രി ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തിരുന്നു. നയന അവൻ്റെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ഇരുന്നത്. ഹരി പുറത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. ബദ്രി, അച്ചുവിൻ എങ്ങനെയുണ്ട്? ഏറെ നേരത്തെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് നയന ചോദിച്ചു. ഹരി മുഖം ചിരിച്ച് ബദ്രിയെ നോക്കി. ചുണ്ടിലൊരു പുഞ്ചിരി ഒളിപ്പിച്ച് ഡ്രൈവ് ചെയ്യുമായിരുന്നു അവൻ. ബദ്രി നയനയെ നോക്കി പുഞ്ചിരിച്ചു. അവൾക്ക് കുഴപ്പമില്ല നയന, ഓക്കെയാണ്. ആണോ? നിന്നോട് സംസാരിച്ചോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആദ്യത്തെ അകൽച്ച മാറി. എൻ്റെ പഴയ അച്ചുവായി. പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണാമായിരുന്നു അച്ചുവിനോടുള്ള അവൻ്റെ പ്രണയം. പാറുകുട്ടി എന്തു പറയുന്നു? കുറുമ്പിയെ കാണാൻ തോന്നുന്നു. ഞാൻ വരുമ്പോൾ അപ്പൂൻ്റെ കൂടെ ഇരിപ്പുണ്ട്. 2 മാസം തികച്ചില്ല മോളുടെ പിറന്നാളിന്. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ അവൻ മുഖം ചിരിച്ച് നയനയെ നോക്കി. ആഹാ, ഞങ്ങൾ ഉറപ്പായും വരും അല്ലേ ഹരി? ഞങ്ങൾ അവളുടെ വല്യച്ഛനും വല്യമ്മയല്ലേ? നയന തിരിഞ്ഞ് ഹരിയെ നോക്കി. ബദ്രി മിററിലൂടെ ഹരിയെ നോക്കി. അവനൊന്നും മിണ്ടാതെ ഇരിക്കുവാണ്. അത് കാണുകെ ബദ്രി മൗനമായി ചിരിച്ചു. വീണ്ടും യാത്ര തുടർന്നു. ബദ്രിയുടെ കൂടെയുള്ള യാത്ര ഹരിയെ വല്ലാതെ മടുപ്പിച്ചിരുന്നു. വീടിന് മുന്നിൽ കാർ നിർത്തിയപ്പോഴാണ് അവന് ആശ്വാസമായത്. ബദ്രി പുറത്തിറങ്ങി അവന് ഡോർ തുറന്നു കൊടുത്തു. ഹരി മുഖമുയർത്തി നോക്കി. ഹോ സോറി, നടക്കാൻ കഴിയില്ലല്ലോ അല്ലേ? മറുപടി പറയാൻ നാവ് ഉയർന്നില്ല. തല താഴ്ത്തി. ബദ്രി അവനെ താങ്ങി പിടിച്ചു. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. നയന മുന്നോട്ട് വന്നു. ഏയ് വേണ്ട. വീട്ടിലെത്തി ഇനിയെങ്കിലും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ നോക്ക്. വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്ന കാര്യം മറക്കരുത്, ബദ്രി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നയന ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ ഹരിയെയും. ഹരി വാടിയ മുഖത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ശബ്ദം കേട്ട് പത്മ ഇറങ്ങി വന്നു. കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അകത്തേക്കൊന്ന് കയറിപ്പോഴേക്കും നിങ്ങൾ വന്നു. പത്മ കൂടെ വന്ന് ഹരിയെ പിടിച്ച് ഉമ്മറത്തേക്ക് കയറ്റി. വീൽ ചെയർ കൊണ്ടുവന്ന് അവനെ അതിലിരുത്തി. ഹരിക്കുട്ടൻ വന്നോ? ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ട് വാക്കിംഗ് സ്റ്റിക്കിൽ ഊന്നിക്കൊണ്ടുവന്ന ദത്തൻ കണ്ടത് ഹരിയെ വീൽ ചെയറിലേക്ക് ഇരുത്തുന്ന ബദ്രിയാണ്. ഒരു നിമിഷം അയാൾ നിന്നു. ബദ്രി മാറിയുന്നതും ഹരിക്കടുത്തേക്ക് ചെന്നു. മോനെ, വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് ഹരിയുടെ നെറുകയിൽ ചുംബിച്ചു. ഹരിക്ക് ആ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു കുറ്റബോധം. അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വയറിൽ മുഖം പൂഴ്ത്തി. ദത്തൻ പത്മയെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ മുടിയിഴകളിലൂടെ തലോടി. ബദ്രി അവരെ ഒന്ന് നോക്കിയ ശേഷം മുറ്റത്തേക്കിറങ്ങി. കണ്ണാ,
മുറ്റത്ത് നിർത്തിയിട്ട ബുള്ളറ്റിനടുത്തേക്ക് നടക്കവേ അമ്മയുടെ വിളി കേട്ടു. എന്തെന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കി. കുറച്ച് കഴിഞ്ഞിട്ട് പോവാടാ, അവർ സ്നേഹത്തോടെ പറഞ്ഞു. ദത്തൻ ഹരിയുടെ നെറുകിൽ തലോടിക്കൊണ്ട് ബദ്രിയെ നോക്കി. ഞാൻ പോകുക, വേഗം ചെല്ലണം. അച്ചുവിന് ചെറിയ പനിയുണ്ടായിരുന്നു. എന്തായി എന്നറിയാതെ സമാധാനമില്ല. എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ചെറുചിരിയോടെ പറഞ്ഞവൻ ദത്തനെയും ഹരിയെയും ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞു നടന്നു. അച്ചുമാ, കണ്ണേട്ടം വന്നു. ഉമ്മറത്തിരുന്ന പാറുക്കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപ്പു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ബദ്രി ബൈക്ക് പാർക്ക് ചെയ്തു. അപ്പു വിളിച്ചു പറയുന്നത് കേട്ടതും അകത്തു നിന്ന് അച്ചു ഓടി വന്നു. കിതച്ചുകൊണ്ട് വാതിൽക്കലെത്തി നിന്നപ്പോൾ കണ്ടു പാറുക്കുട്ടിയെ വാരിയെടുക്കുന്ന ബദ്രിയെ. ബദ്രിയുടെ കണ്ണുകൾ അവളിൽ ഉടക്കി. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. പാറുട്ടിയെ അപ്പുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ബദ്രി അവൾക്കടുത്തേക്ക് ചെന്നു. അപ്പു പാറുവിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. അച്ചു മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ ചിരിച്ചു. കൈകൾ ഉയർത്തി വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയിൽ വലം കൈ വെച്ച് നോക്കി. എങ്ങനെയുണ്ട്, പനി കുറഞ്ഞോ? അവൻ ചോദിച്ചു. ചെറിയ ചൂട് അവൻ്റെ കൈപ്പത്തിയിൽ അറിഞ്ഞു. അച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിൽക്കുവാണ്. ചെറിയ ചൂടുണ്ട്. എന്തിനാ അച്ചു തല നനച്ചത്? അല്ലാൽ തന്നെ നേരം തെറ്റി കുളിച്ചാൽ പോലും നിനക്ക് ജലദോഷമാണ്. എന്നിട്ടിപ്പോ പനിയുള്ള സമയത്ത്? ശാസനയോടെ അതിലുപരി സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവൻ പറഞ്ഞു തീർക്കും മുന്നേ അച്ചു മുന്നോട്ടാഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചു. അവനെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു. എവിടെ പോയതാ കിണ്ണ? പരിഭവത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ കവിളുകൾ വീർത്തു വന്നു. ബദ്രി ചിരിയോടെ അവളുടെ മുഖം കയ്യിലെടുത്തു. കൗതുകത്തോടെ അവളെ നോക്കി. എന്തേ പറയാതെ പോയേ? അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ബദ്രി അവളുടെ കയ്യിൽ കൈ അമർത്തി വച്ചു. അച്ചു ഉറങ്ങുമായിരുന്നല്ലോ, അതാ വിളിക്കാഞ്ഞേ. മാത്രല്ല പനിയുടെ ക്ഷീണവും ഉണ്ടാവുമല്ലോ. മൃദുവായ സ്നേഹം നിറഞ്ഞ വാക്കുകൾ. അച്ചു വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അച്ഛാ, അടുത്തില്ല. കണ്ണൻ ഇനി വരില്ല. ഇനി എനിക്കെൻ്റെ കിണ്ണം മാത്രമല്ലേ ഉള്ളൂ. ഒറ്റക്കാക്കി പോകുമോ എന്നെ? അവൾ പറഞ്ഞുകൊണ്ടിരിക്കെ ബദ്രി നോക്കിയത് അവളുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്കാണ്. മിഴിനീർ ഉരുണ്ടുകൂടിയിരിക്കുന്നു അതിൽ. ഒറ്റയ്ക്കല്ലല്ലോ അച്ചുട്ടാ, നമ്മുടെ പാറുക്കുട്ടിയില്ലേ നിന്റെ കൂടെ? കൂടാതെ എൻ്റെ അപ്പു? അവൻ സ്നേഹത്തോട് ചോദിച്ചു. അവൾ അവനെ വീണ്ടും ചുറ്റിപ്പിടിച്ചു. ബദ്രി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പാറുക്കുട്ടി കരയുന്നത് കേട്ടാണ് രണ്ടുപേരും അകന്നു മാറിയത്. കരയില്ല പാറുട്ടിയെ, ദേ നിന്റെ അച്ഛനിതാ നിൽക്കുന്നേ. അമ്മ എതാവിടെ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാറുക്കുട്ടിയെയും എടുത്തുകൊണ്ട് അപ്പു മുറ്റത്ത് നിന്ന് കയറി വന്നു. എന്താടാ, എന്തിനാ കുഞ്ഞു കരയണേ? ബദ്രി ചോദിച്ചു. അതോ, കണ്ണേട്ടൻ ഇവളെ എൻ്റെ കയ്യിൽ തന്നില്ലേ, അതുകൊണ്ട് ദാ നിങ്ങൾ തന്നെ പിടിച്ചോ. അപ്പു അതും പറഞ്ഞ് പാറുക്കുട്ടിയെ ബദ്രിയുടെ കയ്യിൽ കൊടുത്തു. പാറുക്കുട്ടി തേങ്ങിക്കൊണ്ട് ബദ്രിയുടെ തോളിലേക്ക് ചാഞ്ഞു. എന്തിനാ വാവേ കരഞ്ഞേ? അവൻ മോളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. പാറുക്കുട്ടി വിതുമ്പി. അച്ഛയുടെ പാറുക്കുട്ടിയേ. ചിരിയോടെ നീട്ടി വിളിച്ചതും കുഞ്ഞിച്ചുണ്ടിൽ ഒരു കള്ള ചിരി വിരിഞ്ഞു. ഹയ്യടാ, എന്താ ചിരി? അച്ചു ചിരിച്ചുകൊണ്ട് കുഞ്ഞിപ്പാറുവിൻ്റെ കവിളിൽ തട്ടി. പാറുക്കുട്ടി കിലുങ്ങി ചിരിച്ചുകൊണ്ട് ബദ്രിയുടെ മൂക്കിൻ തുമ്പിൽ ഉമ്മ വെച്ചു. മുഖം മുഴുവൻ തൊണ്ണുകൊണ്ട് കടിക്കാൻ തുടങ്ങി. ആകെ ഉമ്മിനീർ അച്ഛൻ്റെ മുഖത്താക്കി. ബദ്രി ചിരിയോടെ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാം. അവൻ ഒരു കൈ കണ്ട് അച്ചുവിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. ഇവള് നിന്റെ പോലെയാ. ചെറുപ്പത്തിൽ നീ എങ്ങനെയായിരുന്നോ അതുപോലെ. കുളിസുപെണ്ണിനെ മടിയിലിരുത്തിക്കൊണ്ട് നൈഷുവിൻ്റെ ഉമ്മ പറഞ്ഞു. നൈഷു അത് കേട്ട് ചിരിയോടെ ചുമരിലേക്ക് ചാരിയിരുന്നു. നിറം ഇച്ചുവിൻ്റെയാണ്. നിന്നേക്കാൾ നിറം അവനാണല്ലോ, അല്ലടി ചക്കരെ. കുൽസു ഒന്നും മനസ്സിലായില്ലേലും കുഞ്ഞിപ്പല്ല് കാട്ടി ചിരിച്ചു. ഉപ്പാക്ക് സുഖല്ലേ ഉമ്മ? നീ എന്നാ ഇനി വീട്ടിലേക്ക് ഇച്ചിനെയും കൂട്ടി വരുന്നത്? അവർ പ്രതീക്ഷയോടെ ചോദിച്ചു. നൈഷുവിൻ്റെ മുഖം വാടി. ഉപ്പച്ചിക്ക് ഇഷ്ടാവില്ലുമ്മ, അതാ വരാൻ മടി. അതൊന്നും നീ കാര്യാക്കണ്ട. ഒരു ദിവസം മോളെയും കൂട്ടി രണ്ടുപേരും വരണം. ഇച്ചുവിനോട് ഞാൻ പറയാം. അവളൊന്ന് മൂളി. കുൽസു ഉമ്മുമാൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഈ കുറുമ്പി പെണ്ണ് കയ്യിലിരുന്ന് കുതിർന്ന കുൽസുവിനെ താഴെ ഇരുത്തി. ഡാ, കണ്ണനെവിടെ? മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ശങ്കർ ഉമ്മറത്തേക്ക് കയറി ചോദിച്ചു. അപ്പു ഫോണിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി. ആഹാ, ഇതാര് ശങ്കരനോ? ഇങ്ങോട്ടുള്ള വഴി ഓർമ്മയുണ്ടല്ലേ? എന്താടാ ഒരാക്കിയ സംസാരം? ശങ്കർ അവനെ ഒന്ന് അടിമുടി നോക്കി. ഒന്നുമില്ലേ? എന്നാ പറ, എവിടെയവൻ? അകത്തുണ്ട്, ചെല്ല് ചെല്ല്. അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീണ്ടും ഫോണിലേക്ക് നോട്ടയിട്ടു. ശങ്കർ അകത്തേക്ക് ചെന്നു. ഇതൂടെ കഴിക്കച്ചു. 2 സ്പൂൺ തികച്ച് കഴിച്ചില്ലല്ലോ നീ. അച്ചുവിന് കഞ്ഞി വാരി കൊടുക്കുമായിരുന്നു ബദ്രി. വേണ്ട കിണ്ണ, ഒരു രുചിയും തോന്നുന്നില്ല, അച്ചു മടിയോടെ പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല. ഉച്ചയ്ക്ക് കഴിക്കാൻ പറഞ്ഞപ്പോൾ വൈകിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് മതിയാക്കി.
വേണ്ടാഞ്ഞിട്ട കിണ്ണ, പ്ലീസ്. അവൾ ചിണുങ്ങി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. പാറുക്കുട്ടി ടേബിളിലിരുന്ന് കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് കളിക്കാൻ തുടങ്ങി. അതിൽ കൈമുക്കി മുഖത്തൊക്കെ തേച്ചു. ഡാ, അവൾക്ക് മാത്രമല്ല, ഒരു കൊച്ചുണ്ടടുത്ത്, അതിനുകൂടെ വാരി കൊടുക്ക്. ശങ്കറിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും അങ്ങോട്ട് നോക്കി. അച്ചു ആകെ ചമ്മി. എൻ്റെ പൊന്നച്ചു, ചമ്മണ്ട. നിന്നെ അവൻ എടുത്തോണ്ട് നടക്കുന്നതുവരെ കണ്ടിട്ടുള്ളവനായി ഞാൻ, ശങ്കർ ചിരിയോടെ പറഞ്ഞു. അച്ചു ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി. അല്ല, നിന്റെ ആവശ്യമാണോ ഈ വാരി കൊടുക്കുന്ന പരിപാടി? അവൻ അച്ചുവിനോട് ചോദിച്ചു. അച്ചു ബദ്രിയെ നോക്കി. ശങ്കറിന് കാര്യം മനസ്സിലായി. അവന് അങ്ങനെ ഒരു ഭ്രാന്ത്. ബദ്രിയെ നോക്കി ചിരിയോടെ പിറുപിറുത്തു. ഡാ, രാമച്ചൻ നാട്ടിൽ വന്നിട്ടുണ്ട്, എല്ലാവർക്കും കൂടെ കൂടണ്ടേ? ഉമ്മറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ ശങ്കർ പറഞ്ഞു. നോക്കാം. ബദ്രി ചാരുപടിയിലേക്ക് ചാഞ്ഞു കിടന്നു. അപ്പോൾ ഞാൻ കുപ്പിയൊപ്പിക്കട്ടെ? ശങ്കർ സന്തോഷത്തോട് ചോദിച്ചതും അപ്പു അവനെ തുറിച്ചു നോക്കി. ഈ ശങ്കരനാണ് കണ്ണേട്ടനെ കൊണ്ട് കുടിപ്പിക്കുന്നേ. അപ്പു മുന്നോട്ട് വന്നു. ഓ പിന്നെ, നിന്റെ കണ്ണേട്ടനാണ് ഇക്കാര്യത്തിൽ എൻ്റെ ഗുരു. ഒരു സുപ്രഭാതത്തിൽ കുടി നിർത്തിയെന്ന് വെച്ച് ശങ്കർ കെറുവോടെ പറഞ്ഞു. ബദ്രി, നീ പറ. അവൻ ബദ്രിക്ക് നേരെ തിരിഞ്ഞു. തൽക്കാലം ഇവിടെ മദ്യപാനം വേണ്ട, രാമച്ചനോട് ഞാൻ പറഞ്ഞോളാം. ബദ്രി അതും പറഞ്ഞ് എഴുന്നേറ്റു. ശങ്കർ മുഖം വീർപ്പിച്ചു. കെട്ടിൽ വീട്ടിലില്ലാത്തതിൻ്റെയാ ഈ കുഴപ്പം. അപ്പു അവനെ കളിയാക്കി. ശങ്കർ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തു. ബദ്രി റൂമിലേക്ക് ചെല്ലുമ്പോൾ അച്ചു അവൻ്റെ ഫോണിൽ നോക്കിയിരിക്കുവാണ്. അത് കണ്ട് അവൻ അവൾക്കടുത്ത് ചെന്നിരുന്നു. കിണ്ണൻ മദ്യപിക്കൂലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. എന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? അവൻ മുഖം ചുളിച്ചു. അല്ല, ഇവിടെ വെച്ച് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. നിഷ്കളങ്കമായി അവൾ ചോദിച്ചപ്പോൾ ബദ്രി അവൾ ചേർത്ത് പിടിച്ചു. അവളിലേക്ക് മുഖമടുപ്പിച്ചു. നല്ലോണം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എന്നിട്ടെന്തേ അങ്ങനെ പറഞ്ഞത് ശങ്കരനോട്? മറുപടിയായി അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചിരുന്നു. കുസൃതി ചിരിച്ചിരിച്ചു. ഒരിക്കൽ മൂക്കറ്റം കുടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ദേ ആ തൊട്ടിൽ കിടക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന പാറക്കുട്ടിയെ ചൂണ്ടി ബദ്രി പറഞ്ഞു. അച്ചു മുഖം കുനിച്ചു. നീയും നന്നായി കഴിച്ചിരുന്നുവെന്ന്. ബാക്കി പറയും മുന്നേ പിടച്ചിലൂടെ അവൻ്റെ വാ പൊത്തി. കിണ്ണനോട് അച്ചുവിന് പ്രേമാണല്ലോ. അവളുടെ കൈ തട്ടി ഫോണിലെ വീഡിയോ ഓപ്പണായി. അവളുടെ പഴയ കുറച്ച് ഫോട്ടോസും വീഡിയോസുമായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബദ്രി കടന്നു വന്നത്. അച്ചു ചമ്മലോടെ ഫോൺ ഓഫാക്കി. ബദ്രി നോക്കുന്നത് കണ്ട് അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. ആണോ? അച്ചുവിന് കിണ്ണനോട് പ്രേമാ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുസൃതിയോടെ അവൻ ചോദിച്ചു. അവളൊന്ന് വിറച്ചു. ഞാനല്ല, ഫോണാണ്, എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ നിനക്ക് എന്നോട്? ബാക്കി പറയും മുന്നേ അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങളെ പൊതിഞ്ഞിരുന്നു. അച്ചുവിന് കിണ്ണനോട് പ്രേമ. ദീർഘചുംബനത്തിന് ശേഷം കിതപ്പോടെ അകന്നു മാറി അവൻ്റെ കാതിൽ പറഞ്ഞു. അവൻ അവളെ ഒന്നുകൂടെ അവനിലേക്ക് വലിച്ചു ചേർത്തു. പ്രേമത്തിൻ്റെ നിറെന്താ അച്ചുസേ? അവൻ ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു. അച്ചു അവനിലേക്ക് വീണ്ടും മുഖം അടുപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ അടച്ചു. അവൾ കുറുമ്പോടെ അവൻ്റെ ചെവിത്തുമ്പിൽ കടിച്ചിട്ട് ഇറങ്ങിയോടി. എടി! അകന്നു പോകുന്നവരുടെ പൊട്ടിച്ചിരി അവന് കേൾക്കാമായിരുന്നു. ഐ മിസ് യു മാളു, നീ വേഗം ഇങ്ങ് പോര്, കാണാതിരിക്കാൻ വയ്യടി. ശങ്കർ ഫോൺ ചെവിയോട് ചേർത്ത് അടുത്തിരിക്കുന്ന ഇച്ചുവിൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു. ഇന്നൊരു ദിവസമല്ലേ ഉണ്ണിയേട്ടാ, നാളെ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരുമല്ലോ. വേഗം വന്നാൽ മതി. അത് കേട്ടു മാള് ചിരിച്ചു. ഇപ്പോൾ എവിടെയാ ഉണ്ണിയേട്ടാ? വീട്ടിലെത്തിയോ? 5 മണിയായല്ലോ. അവൾ സംശയത്തോട് ചോദിച്ചു. ഇല്ലടി, ഞാനിപ്പോൾ പുറത്താ. പുറത്തെന്ന് പറഞ്ഞാൽ കൂട്ടുകൂടിയുള്ള മദ്യപാനം വല്ലതുമാണോ? അവളുടെ ശബ്ദം കൂർത്തത് അവൻ അറിഞ്ഞു. ഹേയ്, അതൊന്നും അല്ല പെണ്ണെ, ചുമ്മാ വീട്ടിൽ ചെന്നാ നിന്നെ വല്ലാതെ മിസ് ചെയ്യും. അപ്പു ചുമ്മാ ഇവന്മാരുടെ കൂടെ കൂടാമെന്ന് കരുതി. ഗ്ലാസ്സിലെ മദ്യം നുണഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ശങ്കരനെ കണ്ട് ഇച്ചു വാപ്പൊത്തി ചിരിച്ചു. ബദ്രിയും തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ദേ ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കള്ളുകൂടി വേണ്ടാട്ടോ. ഇല്ല മോളെ, അവൻ കൊഞ്ചി. എന്നാ ശരി. അവളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ഫോൺ കട്ടാക്കി. അവൾ വിശ്വസിച്ചോടാ? ബദ്രി ചോദിച്ചു. എവിടെന്ന്? വിശ്വസിച്ചു കാണില്ല. നാളെ വന്ന ഒരു തിരിച്ചറിയൽ പരേഡ് ഉണ്ടാവും. അവൻ ചിരിയോടെ മദ്യം നുണഞ്ഞു. നിങ്ങളെ കൂടെ കൂടിയിട്ട് എത്ര നാളായി? രാമച്ചൻ അടുത്തിരുന്ന ബദ്രിയെ ചേർത്ത് പിടിച്ചു. രാമച്ചൻ്റെ ശിക്ഷണത്തിൽ ഒരു കുപ്പി ഒറ്റടിക്ക് കുടിച്ചു തീർക്കുന്നവനാ. ഇപ്പോൾ കണ്ടോ, ഒരു ഗ്ലാസ്സിൽ കൊടുത്തിട്ട് ഇപ്പോഴും നുണഞ്ഞുകൊണ്ടിരിക്കുക. എത്ര നേരമായി ആ ഗ്ലാസും പിടിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? ശങ്കർ ബദ്രിയെ കളിയാക്കി. കൂടെ ഇച്ചുവും രാമച്ചനും. പോടാ പോടാ, ബദ്രി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. കണ്ണാ,
എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഗൗരവത്തോടെ രാമച്ചൻ അവന് നേരെ തിരിഞ്ഞു. എന്താ രാമച്ച? എന്തിനാ നീ ഹരിയെ പിക്ക് ചെയ്യാൻ പോയത്? അത് വേണ്ടായിരുന്നു. പറയുമ്പോഴും ആ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു. ഹരിയോടുള്ള സഹോദര സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ പോയത്. നായനെ വിളിച്ചുകൊണ്ട് മാത്രമാ. അവൾ ഒറ്റക്കല്ലായിരുന്നു, പോരാത്തതിന് പ്രഗ്നൻറ്റും. വരുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറ്റില്ലെന്ന് പറയാം. എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവൾ വിളിക്കുന്നത്. അവൻ ചെറു ചിരിയോടെ പറഞ്ഞു. നിന്റെ അലിവോടെയുള്ള ഒരു നോട്ടം പോലും ആ അച്ഛനും മകനും അർഹിക്കുന്നില്ല. അവരെ സഹായിച്ചതൊക്കെ മതി. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന വർഗങ്ങളാണ് രണ്ടും. നിനക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ഒരിക്കൽ അച്ഛനെ സഹായിക്കാൻ ചെന്നിട്ട് അനുഭവിച്ചതൊക്കെ മറന്നോ? അത് കേട്ടതും ബദ്രിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവരൊന്നും നിന്റെ സഹായം അർഹിക്കുന്നില്ല കണ്ണാ. അയാൾ അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. വേണ്ടെന്ന് പറയാൻ എളുപ്പമാണ് രാമച്ച. പക്ഷേ അവർക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ അമ്മയും പിന്നെ നായനെയും. ബദ്രി ശബ്ദം താഴ്ത്തി പറഞ്ഞു. രാമച്ചൻ ഒന്നും മിണ്ടിയില്ല. അവനെ ചേർത്ത് പിടിച്ചിരുന്നു. രാമച്ചന് കല്യാണം കഴിക്കാമായിരുന്നില്ലേ എൻ്റെ അമ്മയെ? എന്തിനാ വിട്ടുകൊടുത്തത്? അവൻ ചിരിയോടെ ചോദിച്ചു. രാമച്ചനും ചിരിച്ചു. വിരലിനിടയിലെ സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ആഞ്ഞു വലിച്ചൂതി വിട്ടു. വിട്ടുകൊടുത്തതല്ലോ, എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ? അയാളുടെ ശബ്ദം നേർത്തു. ബദ്രി ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. പറയാൻ അവൾക്ക് ന്യായങ്ങൾ ഒരുപാടായിരുന്നു. തെറ്റ് പറയില്ല ഞാൻ. അമ്മയില്ലാത്ത മകളെ വളർത്തി വലുതാക്കിയ അച്ഛനായിരുന്നു അവളുടെ ഒരു സങ്കടം. അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അന്ന് അച്ഛൻ്റെ ചിലവിൽ കഴിയുന്നവനും. സ്വന്തമായി ഒരു ജോലിയില്ല. അവളായിരുന്നു ശരി. പിന്നെ കരുതി പോയി രക്ഷപ്പെടട്ടെ എന്ന്. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ ബദ്രിയെ നോക്കി ചിരിച്ചു. ബദ്രിയുടെ മുഖത്ത് ചിരി മങ്ങിയിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു രാമച്ച എൻ്റെ അമ്മയെ. മറുപടി ഒരു ചിരിയിൽ ഒതുക്കിയിരുന്നു അയാൾ. തൊടിയിലെ കരിയിലകൾ വീണ് കിടക്കുന്ന നിലത്തേക്ക് അയാൾ ചാഞ്ഞു കിടന്നു. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളാൽ ചുവന്നു കിടക്കുന്ന ചെമ്മാനത്തിലേക്ക് നോട്ടമിട്ടു. നിങ്ങളുടെ മകനായാൽ മതിയായിരുന്നു. ഹരിയുടെ അച്ഛനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യാറ് അവർക്കിടയിലേക്ക് ക്ഷണിക്കാതെ കയറിയ പോലെയാണ്. ബദ്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റെങ്ങും നോക്കിയിരുന്നു. ഇച്ചുവും ശങ്കറും അവനെ നോക്കിയിരിക്കുമായിരുന്നു. രാമച്ചൻ എഴുന്നേറ്റിരുന്നു. അവൻ്റെ തോളിൽ തട്ടി. നീ എൻ്റെ മോനല്ലേടാ? ബദ്രി ചിരിയോടെ അയാളെ നോക്കി. അപ്പോൾ ഞങ്ങളോ രാമച്ച? ഇച്ചുവും ശങ്കറും ഒരുപോലെ ചോദിച്ചു. നിങ്ങൾ 3 പേരും എനിക്കൊരുപോലെയാ, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ പൊന്നല്ലേ, ഇച്ചിരി കൂടെ കഴിക്ക്. പാറുക്കുട്ടി എടുത്തുകൊണ്ട് നടന്ന് ചോറ് കൊടുക്കുവാണ് അച്ചു. ബദ്രി അവരെ നോക്കിക്കൊണ്ട് ഉമ്മറത്തിരിപ്പാണ്. പാറുക്കുട്ടിയാണെങ്കിൽ വാശിയിലാണ്. വായിൽ കൊടുക്കുന്നതെല്ലാം തുപ്പിക്കളയുവാണ്. വാവേ, നല്ല മോളല്ലേ, ഇച്ചിരി കഴിക്കുന്നേ, അമ്മയല്ലേ തരണേ, അവൾ ദയനീയമായി പറഞ്ഞു. കിണ്ണാ, കൊഞ്ചിക്കൊണ്ട് അവൾ ബദ്രിയെ നോക്കി. പുറകിലെ തൂണിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പുരികമുയർത്തി അവളെ നോക്കി. മോൾ ഒന്നും കഴിക്കണില്ല, അവൾ ചുണ്ടുകൂർപ്പിച്ചു. ബദ്രി ചിരിയോടെ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് ചെന്നു. പാറൂട്ടി അവൻ്റെ മേലേക്ക് ചാഞ്ഞു. എന്തിനാ അച്ചയുടെ പാറുക്കുട്ടിക്ക് ഈ വാശി? മോളെ കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പാറുക്കുട്ടി ചുണ്ടു പിളർത്തിക്കൊണ്ട് അവനെ നോക്കി. പിന്നെ അവൻ്റെ മുഖത്ത് ഉമ്മ വെച്ചു. പാറുക്കുട്ടിക്ക് അച്ഛ മാമു തരാലോ. അച്ചുവിൻ്റെ കയ്യിലെ പ്ലേറ്റിൽ നിന്ന് കുറച്ചെടുത്ത് അവൻ കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അനുസരണയോടെ കഴിക്കുന്ന കുഞ്ഞി പാറുവിനെ കണ്ട് അച്ചു കണ്ണു മിഴിച്ചു. ആഹാ, പെണ്ണ് ആളുകൊള്ളാലോ. അച്ഛൻ വാരി തന്നാൽ കഴിക്കും, ഞാൻ വാരി തന്നാൽ കരയുന്നു. അച്ചു കുറുമ്പിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. കൈത്തണ്ടയിൽ ചുണ്ടുകൊണ്ട് കടിക്കുന്ന പോലെ കാട്ടി. പാറുക്കുട്ടി ചിരിച്ചു. അച്ചയ്ക്ക് ഒരു ഉമ്മ തന്നെ പാറുക്കുട്ടിയെ? ബദ്രി ചോദിക്കേണ്ട താമസം അവൻ്റെ കഴുത്തിലൂടെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. ഉമ്മാ. അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് കുഞ്ഞിപ്പാറു ചിരിച്ചു. ബദ്രി അച്ചുവിനെ നോക്കി. ജനിച്ചതു മുതൽ ഞാനല്ലേ നോക്കിയത്, അതിൻ്റെ അടുപ്പ കൂടുതലാണ്. നീയും ഇവളും കണക്കായിരുന്നു, ബദ്രി അച്ചുവിനോട് പറഞ്ഞു. അച്ചു നിറഞ്ഞ ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു നിന്നു. പാറുക്കുട്ടി ചോറെടുത്ത് അപ്പൂനെ ഏൽപ്പിച്ചു. ബദ്രി അച്ചുവിന് വാരിക്കൊടുത്ത് ഒപ്പം അവനും കഴിച്ചു. രാത്രി അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമായിരുന്നു അച്ചു. ബദ്രി അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് മച്ചിലേക്ക് നോക്കി ഓരോന്ന് ആലോചിക്കുമായിരുന്നു. ഇടയ്ക്ക് അവൻ്റെ അധരങ്ങൾ അവളുടെ നെറുകയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അവൾ അത് കണ്ണടച്ച് സ്വീകരിച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ നെഞ്ചിൽ തഴുകി നടന്നു. രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കിണ്ണാ, എന്താ ഉറങ്ങാത്തെ? മുഖമുയർത്തി അവൾ ചോദിച്ചു. അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ കവിളമർത്തി കിടന്നു. തൊട്ടിൽ കിടന്ന പാറുക്കുട്ടി ഒന്ന് ചിണുങ്ങി. അച്ചു ധൃതിയിൽ എഴുന്നേറ്റ് മോളുടെ അടുത്തേക്ക് ചെന്നു. മെല്ലെ തൊട്ടിലാട്ടി. പുറകിലൂടെ 2 കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. കഴുത്തിൽ അവൻ്റെ ചുടു നിശ്വാസം പതിഞ്ഞു. അച്ചു. അത്രമേൽ ആർദ്രമായ സ്വരമായിരുന്നു അവൻ്റേത്. അവളുടെ ശബ്ദം വിറച്ചു.
അവളുടെ കുഞ്ഞു ശരീരത്തെ അവൻ അവനിലേക്ക് അമർത്തി വെച്ചു. ഇനിയും വയ്യാടി, നമുക്ക് ജീവിച്ചു തുടങ്ങാം. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇടം തോളിൽ പതിച്ചു. അച്ചു ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ ബദ്രി അവളിൽ നിന്ന് അകന്നു മാറി. തല താഴ്ത്തി ബെഡിൽ ചെന്ന് കിടന്നു. അച്ചു അവനെ നോക്കി. പിന്നെ അവൻ്റെ അടുത്ത് ചെന്ന് കിടന്നു. കണ്ണിന് മുകളിൽ കൈ വെച്ച് കിടക്കുന്നവനെ നോക്കി ചെരിഞ്ഞു കിടന്നു. അവൻ്റെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തപ്പോൾ അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അച്ചു അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. എനിക്ക് കൊതി തോന്നാ കിണ്ണൻ്റെ ഭാര്യയായി ജീവിക്കാൻ, സ്വബോധത്തോടെ എൻ്റെ കിണ്ണൻ്റെ ഭാര്യയാവാൻ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ബദ്രി അവളുടെ കവിളിൽ കൈവച്ചു. നിറഞ്ഞ ചിരിയോടെ അവളിലേക്ക് അമർന്നു. ചുണ്ടുകളിൽ മൃദുവായി തുടങ്ങി ഭ്രാന്തമായ ചുംബനം. പാതി അടഞ്ഞു കിടന്ന ജനവാതിലിൽ കാറ്റിൻ്റെ കുസൃതിയിൽ ചേർന്നടഞ്ഞു. ബദ്രിയും അവൻ്റെ അച്ചുവും അവരുടേതായ ലോകത്തായിരുന്നു. മനസ്സറിഞ്ഞ് തൻ്റെ പാതിക്ക് സ്വയം സമർപ്പിക്കുന്നതിൻ്റെ ലജ്ജയിൽ അവരുടെ മുഖം ചുവന്നു. നെറുകയിലെ സുന്ദൂരത്തേക്കാൾ ചുവപ്പായിരുന്നു നാണം കൊണ്ട് ചുവന്ന അവരുടെ കവിളിന്, അവൻ ചുംബിച്ച് ചുവപ്പിച്ച ചുണ്ടിനും. പൂത്തിളങ്ങി നിന്ന മുല്ലച്ചെടിയെ പുൽകുന്ന കാറ്റായിരുന്നു അവൻ. അവനിൽ അവളുടെ ഗന്ധം നിറഞ്ഞു നിന്നു, അവളിൽ അവൻ്റെയും. ശ്വാസനിശ്വാസങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പരസ്പരം കെട്ടിപ്പുണർന്നവർ പ്രണയം പങ്കുവച്ചു. പൂർണ്ണ സംതൃപ്തിയോടെ ബദ്രി അവളിലെ പെണ്ണിനെ സ്വന്തമാക്കി. കിതപ്പോടെ അവളിലേക്ക് ചാഞ്ഞു. അച്ചു കിതച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. ബദ്രിയുടെ കൈകൾ അവളുടെ അടിവയറിനെ തലോടി. വയറിൽ പതിഞ്ഞു കിടന്ന സ്റ്റിച്ച് മാർക്കിലൂടെ അവൻ്റെ വിരലുകൾ ഓടി. പ്രണയത്തോടെ ആരാധനയോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ബദ്രി അവളുടെ മുഖം നെഞ്ചോട് ചേർത്തി വെച്ചു. ഉറങ്ങിക്കോ, മെല്ലെ അവൻ അവളെ തട്ടിയുറക്കി. എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? ബൈക്ക് ഷോറൂമിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തിയപ്പോൾ ഇച്ചു ചോദിച്ചു. അതൊക്കെ പറയാം, ഇറങ്ങ്, ബദ്രി ചിരിയോടെ പറഞ്ഞു. ഇച്ചുവിൻ്റെ തോളിൽ പാറുക്കുട്ടി ചാഞ്ഞു കിടപ്പുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെണ്ണിന് വാശി, കരഞ്ഞ് ചീറി പൊളിച്ചു. ഒടുവിൽ അവളെയും കൂട്ടി. ബൈക്കിൽ കറങ്ങാൻ ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞിപ്പാറുവിന്. ബൈക്കിൽ നിന്ന് ഇറങ്ങില്ല. ബദ്രി മുണ്ടിൻ്റെ അറ്റം എടുത്തു പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. പാറുക്കുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ട് ഇച്ചുവും കൂടെ ചെന്നു. നീ പുതിയ ബൈക്ക് എടുക്കുന്നുണ്ടോ? ഇച്ചു ചോദിച്ചു. ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ പാറുക്കുട്ടിയുടെ പിറന്നാളാണ്. അതിന് അപ്പൂന് ബൈക്ക് വാങ്ങിക്കൊടുക്കണം. അവൻ്റെ ബർത്ത്ഡേ ഒന്നും നമ്മൾ ആഘോഷിക്കാറില്ലല്ലോ. അപ്പോൾ പാറുവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് അവന് ബൈക്ക് കൊടുക്കാമെന്ന് തോന്നി. ആഹാ, അത് കൊള്ളാം, അവന് ഒരുപാട് സന്തോഷമാവും, ഇച്ചു സന്തോഷത്തോടെ പറഞ്ഞു. ബൈക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, വാ, ബദ്രി ചിരിയോടെ പറഞ്ഞു. KTM 390 ബദ്രി സെലക്ട് ചെയ്തിരുന്നു. എടാ, 3-3.5 ലക്ഷത്തോളം രൂപയാകും. അത്രയ്ക്കും ഉണ്ടോ നിന്റെ കയ്യിൽ? ഇച്ചു കണ്ണു വീഴ്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെയുണ്ട്, ബാങ്കിലുള്ളത് ഞാനിങ്ങെടുത്തു. ബദ്രി കണ്ണുരുക്കിക്കൊണ്ട് ബൈക്ക് ഓർഡർ ചെയ്തു. ഇനി പാറുക്കുട്ടിയുടെ പിറന്നാളിൻ്റെ അന്ന് അപ്പൂൻ്റെ പിറന്നാളും നമുക്ക് ആഘോഷിക്കണം. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മുത്തശ്ശി സ്കൂളിൽ കൊടുത്തത് അമ്പലത്തിൽ നിന്ന് അവന് കിട്ടിയ ഡേറ്റാണ്. കുറച്ച് ദിവസം മുന്നെയാണ് ഞാനത് കണ്ടത്. പാറുക്കുട്ടിയുടെ പിറന്നാളിന് 1 ദിവസം മുന്നേ തന്നെയാണ്. നമുക്കത് ഒരുമിച്ച് ആഘോഷിക്കാം ഇനി അങ്ങോട്ട്. ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബദ്രി പറഞ്ഞു. ഇച്ചുവും അതിനോട് യോജിച്ചു. ബദ്രി പുറകിൽ നിന്ന് വിളി കേട്ട് തിരിഞ്ഞു നോക്കി. നായനെയാണ്. നീ എന്താ ഇവിടെ? അവൻ ചോദിച്ചു. ഞാൻ ATMിലേക്ക് വന്നതാ, അവൾ പറഞ്ഞു. പാറുക്കുട്ടി പെണ്ണെ. അവൾ ഇച്ചുവിൻ്റെ കയ്യിലെ മോളുടെ കവിളിൽ പിടിച്ചു. ഡാ, വീട്ടിലേക്ക് വാ, അമ്മയ്ക്ക് മോളെ കാണാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെ കണ്ടാൽ സന്തോഷാവും, അവൾ ആവേശത്തോടെ പറഞ്ഞു. ബദ്രി തലയാട്ടി. പിറന്നാളിൻ്റെ കാര്യം അമ്മയോട് പറയാൻ കരുതിയിരുന്നതായിരുന്നു. നായന അവളുടെ കാറിൽ കയറി. ബദ്രി ബുള്ളറ്റിൽ അവളുടെ പിന്നാലെയും. ഡാ, നീ വാ. ഗേറ്റിന് പുറത്ത് നിന്ന ഇച്ചുവിൻ്റെ കയ്യിൽ നിന്ന് മോളെ വാങ്ങിക്കൊണ്ട് ബദ്രി പറഞ്ഞു. ഞാനില്ല, നീ പോയിക്കോ, ഇച്ചു ഇഷ്ടകേടോടെ പറഞ്ഞു. അവൻ വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ബദ്രി അകത്തേക്ക് കയറി. ദത്തൻ ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. ബദ്രി നോക്കാൻ നിന്നില്ല. പത്മ ഓടി വന്ന് പാറുക്കുട്ടിയെ എടുത്തു. അച്ചമ്മയുടെ വാവേ. അവളുടെ കുഞ്ഞിക്കവിളിൽ ഉമ്മ വെച്ചു. ദത്തൻ പാറുവിനെ നോക്കി. പാറുക്കുട്ടി എല്ലാവരെയും നോക്കുന്നുണ്ട്. നയന ഹരിയെയും കൊണ്ടുവന്നു. പാറുക്കുട്ടി ഇങ്ങ് വന്നേ. നയന മോൾക്ക് നേരെ കൈ നീട്ടി. അത്ത എന്ന് വിളിച്ചുകൊണ്ട് അവൾ ബദ്രിക്ക് നേരെ കൈ നീട്ടി. ബദ്രി അവളെ എടുത്തു. പാറുക്കുട്ടി ചുണ്ടു വിളർത്തിക്കൊണ്ട് ഹരിയെ നോക്കി. കണ്ണ, നീ വന്നേ. പത്മ അവനെയും വലിച്ച് അകത്തേക്ക് പോയി. പിന്നാലെ നയനയും. എന്താ അമ്മേ? ബദ്രി ചോദിച്ചുകൊണ്ട് പാറുവിനെ നിലത്തിരുത്തി. പാറു ആ വലിയ ഹാളിൽ മുട്ടുകുത്തി നടന്നു. ചുറ്റും നോക്കി. ഉമ്മറത്തേക്കുള്ള കട്ടിലപ്പടി കയറിയിറങ്ങാൻ പാടുപെടുന്ന പാറുട്ടിയെ കണ്ട് ദത്തൻ അങ്ങോട്ട് നോക്കി. എങ്ങനെയൊക്കെയോ അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങി. കൈ തെന്നി ഒന്ന് വീഴാൻ പോയി. ഏയ്! ദത്തൻ അവളെ പിടിക്കാൻ കൈ ഉയർത്തി.
പാറുക്കുട്ടി തൊണ്ണുകാട്ടി ഹരിയെയും ദത്തനെയും നോക്കി ചിരിച്ചു. മെല്ലെ മുന്നോട്ട് മുട്ടുകുത്തി വന്നവൾ ഹരിയുടെ വീൽചെയറിൽ പിടിച്ചു. പതിയെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കി. ആ കുഞ്ഞുമുഖത്ത് കൗതുകവും ആകാംക്ഷയും ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് നിന്ന സന്തോഷത്തിൽ കുറുമ്പി ഹരിയെയും ദത്തനെയും നോക്കി. ഹൈ! വീൽചെയറിൽ മുറുകെ പിടിച്ചവൾ കുഞ്ഞിക്കാൽ നിലത്തമർത്തി വെച്ചു. ഹരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മെല്ലെ ആ ഉണ്ടക്കവിളിൽ കൈ ചേർക്കാൻ തുടങ്ങിയതും പാറുക്കുട്ടിയേ! അകത്ത് നിന്ന് ബദ്രിയുടെ വിളി കേട്ടു. പാറുക്കുട്ടിയേ! ബദ്രിയുടെ വിളി കേട്ടതും പാറുക്കുട്ടി വീൽചെയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അറ്റ! ദത്തനെയും ഹരിയെയും നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് കുഞ്ഞു വിരൽ ചൂണ്ടി. ദത്തൻ ആ കുഞ്ഞുമുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എങ്ങനെയാണ് പുഞ്ചിരിക്കാതിരിക്കുക? അത്രയും വാത്സല്യം തുളുമ്പിപ്പോകും ആ കുറുമ്പിയെ കാണുമ്പോൾ. വാവേ! വീണ്ടും ബദ്രിയുടെ വിളി. അച്ഛനടുത്തേക്ക് ഓടാൻ വെമ്പിക്കൊണ്ട് അവൾ ഹരിയുടെ ചെയറിൽ നിന്ന് പിടിവിട്ട് ഒരടി വെച്ചതും കുഞ്ഞിക്കാൽ നിലത്തുറക്കാതെ നിലത്തേക്ക് കവിഞ്ഞടിച്ചു വീണു. അയ്യോ! ദത്തൻ അവളെ എടുക്കാൻ എന്നവണ്ണം വാക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ച് എഴുന്നേറ്റു. നിലത്ത് വീണ അടുത്ത നിമിഷം കുഞ്ഞിപ്പാറുവിൻ്റെ കരച്ചിൽ ആ വലിയ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. നിൽക്കാൻ കഴിയാതെ കമിഴ്ന്നു കിടന്ന് ഉറക്കെ കരയുന്ന പാറുക്കുട്ടി കണ്ടപ്പോൾ ഹരി വേദനയോടെ നോക്കി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ബദ്രി ഓടി വന്നു. നിലത്ത് കിടന്ന് ഉറക്കെ കരയുന്ന പാറുട്ടിയെ കണ്ട് അവൻ്റെ ഉള്ളൊന്ന് കാളി. ഓടിച്ചെന്ന് അവളെ വാരിയെടുത്തു. കരഞ്ഞു കരഞ്ഞ് ആ കുഞ്ഞു ചുവന്നു തുടുത്തു. നല്ല വേദനയുണ്ടെന്ന് നിറഞ്ഞൊഴുകുന്ന കുഞ്ഞിക്കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലടാ. മോളുടെ കൈയും കാലും അവൻ ഒഴിഞ്ഞുകൊടുത്തു. ആ കുഞ്ഞു ശരീരം നെഞ്ചിലേക്ക് ഒതുക്കി വെച്ചു. മുറിവോ വല്ലതും ഉണ്ടോടാ? പത്മ ആദ്യോടെ അന്വേഷിച്ചു. ഏയ് ഇല്ല. മോളുടെ പുറത്ത് പതിയെ തഴുകിക്കൊണ്ട് അവൻ മറുപടി കൊടുത്തു. പാറുക്കുട്ടി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ബദ്രിയെ നോക്കി ചുണ്ടു വിളർത്തിക്കൊണ്ട് കരഞ്ഞു. ഒത്തിരി നൊന്തോടാ എൻ്റെ പാറുക്കുട്ടിക്ക്? അവൻ സങ്കടത്തോടെ ചോദിച്ചതും കരഞ്ഞു അവൾ നിലത്തേക്ക് ചൂണ്ടി. പിന്നെ വീണ്ടും അച്ഛൻ്റെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി. വല്ലാതെ വേദനിച്ചു കാണും. നയന വിഷമത്തോടെ പാറുട്ടിയുടെ തലയിൽ തലോടി. കരിവളയിട്ട് കുഞ്ഞി കൈകളിൽ മുത്തി. പാറുക്കുട്ടിയുടെ കരച്ചിൽ നേർത്തു വന്നു. എങ്ങനെ ഹരി മോള് വീണത്? നയന അവനടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു. എഴുന്നേറ്റ് നടക്കാൻ നോക്കിയതാണ്. ബദ്രിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന പാറുവിനെ നോക്കി ഹരി മറുപടി കൊടുത്തു. പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്ന പാറുട്ടിയെ ബദ്രി ഉയർത്തിപ്പിടിച്ചു. അപ്പോഴും തേങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞിപ്പെണ്ണ്. ഉയർത്തിപ്പിടിച്ചൊന്ന് വട്ടം ചുറ്റിയപ്പോൾ കരച്ചിലൊന്നു നിന്നു. അച്ഛയുടെ പാറുക്കുട്ടിയല്ലേ? താളത്തിൽ ബദ്രി ചോദിച്ചതും കുഞ്ഞി ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പാറുവിൻ്റെ ചിരി കണ്ടപ്പോൾ ഹരിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. എന്തിനോ വേണ്ടി. ആഹാ! ചിരിച്ചല്ലോ കുറുമ്പി, നയന പാറുവിനെ നോക്കി പറഞ്ഞു. ബദ്രി ഉണ്ണിവയറിൽ മുഖമുരസി കിളിയിട്ടതും പാറൂട്ടി കിലുങ്ങി ചിരിച്ചു. ചെറുതായി കിളിർത്തി വന്ന പല്ലിൻ്റെ വെള്ളനിറം കാണാനുണ്ട്. അത് കാട്ടി ചിരിക്കുന്നുണ്ട്. കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. ഇച്ചു കാത്തുനിന്ന് മുഷിഞ്ഞു കാണും. ബദ്രി പത്മക്ക് നേരെ തിരിഞ്ഞു. പത്മയുടെ മുഖം വാടി. കണ്ടിട്ട് കൊതി തീർന്നില്ല മോളെ. ഇനി അമ്മ അങ്ങോട്ട് വാ. മോളുടെ പിറന്നാളിന് അച്ചു കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങളെ. അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി. ഹരിയും ദത്തനെയും ഒന്ന് നോക്കുക പോലും അവൻ ചെയ്തില്ല. ദത്തൻ ഒന്ന് നെടുവീർപ്പിട്ടു. കണ്ണേട്ടാ, ബുള്ളറ്റിൻ്റെ കീ ഒന്ന് തരാവോ? വീട്ടിൽ വന്ന് കയറിയില്ല. അപ്പോൾ ഓടി വന്നു. ബദ്രി അവനെ ഒന്ന് സംശയത്തോടെ നോക്കി. പിന്നെ ഗേറ്റിന് മുന്നിൽ ബൈക്കുകളുമായി നിൽക്കുന്ന അവൻ്റെ കൂട്ടുകാരെയും. ഒന്ന് താ മനുഷ്യ, ഞാൻ ആ കട വരെ ഒന്ന് പോയിട്ട് വരാം. ഫ്രണ്ട്സൊക്കെ ഉണ്ട്. വേണ്ട, അങ്ങനെ ഇപ്പോൾ എൻ്റെ ബുള്ളറ്റിൽ നീ കറങ്ങണ്ട. ബദ്രി അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഇച്ചുൻ്റെ കയ്യിൽ നിന്ന് പാറുവിനെയും വാങ്ങി നടന്നു. അപ്പുവിൻ്റെ മുഖം വീർത്തു. എന്തുകൊണ്ടോ സങ്കടം വന്നു. നിങ്ങൾ പൊക്കോ, കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു. മുറ്റത്ത് നിന്ന് ഇച്ചുവിനെ ഒന്ന് തുറിച്ചു നോക്കിയവൻ അകത്തേക്ക് കയറിപ്പോയി. അവൻ്റെ പോക്ക് കണ്ട് ഇച്ചു ചിരിച്ചു. എവിടെയായിരുന്നു ഇത്രയും നേരം? ബദ്രിയുടെ തോളിൽ കിടന്നുകുറുന്ന പാറുക്കുട്ടിയെ വാങ്ങിക്കൊണ്ട് അച്ചു ചോദിച്ചു. വീട്ടിലൊന്ന് പോയി. ബദ്രി അതും പറഞ്ഞ് തിരിഞ്ഞ് വാതിൽ ചാരിയിട്ടു. അച്ചു ചിരിയോടെ പാറുവിനെ ബെഡിൽ കിടത്തി. തിരിഞ്ഞു നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺ സഹിക്കുകയായിരുന്നു ബദ്രി. പുറകിലൂടെ അവളുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു. ബദ്രി പുഞ്ചിരിയോടെ അവളുടെ കൈകളെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. കിണ്ണാ, ഒന്നുകൂടെ അവനോട് ചേർന്ന് നിന്നവൾ വിളിച്ചു. എന്തോ? അപ്പൂട്ടൻ പാവല്ലേ, അവന് ബൈക്ക് ഓടിക്കാൻ കൊടുക്കാമായിരുന്നില്ലേ? അവൾ ചോദിച്ചു. കീഴ്ചുണ്ട് കടിച്ചു പൊട്ടി വന്ന ചിരി തടുത്തു വെച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. അവളുടെ അരയിലെ കൈ ചേർത്ത് ഒന്നുകൂടെ അടുത്തേക്ക് നിർത്തി. അച്ചു കുസൃതി ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൻ എന്തിനാ കിണ്ണ എപ്പോഴും വഴക്ക് പറയുന്നേ? പാവല്ലേ. പെരുവിരൽ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു. ആണോ? പാവാണോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് പുഞ്ചിരിയോടെ ചോദിച്ചു. അവളൊന്ന് മൂളി. ബദ്രി ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എനിക്കറിഞ്ഞൂടെ അച്ചു, അവനെ ഇപ്പോഴും കുഞ്ഞു പിള്ളേരെ പോലെയാണ്. ഞാൻ എന്തേലും പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരും. ആ സങ്കടം മറച്ചു വയ്ക്കാനാ അവൻ്റെ ദേഷ്യവും കണ്ണുരുട്ടലൊക്കെ.
ബദ്രി പറയുമ്പോഴും അറിയാതെ ഒന്ന് ചിരിച്ചു. അവളെ വിട്ട് ബെഡിൽ ചെന്നിരുന്നു. ഇത്രയുള്ളപ്പോൾ കിട്ടിയതാ മുത്തശ്ശിക്ക് അവനെ. എല്ലാവരും എതിർത്തിട്ടും മുത്തശ്ശി അത് കണക്കാക്കാതെ അവനെ വളർത്തി. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അവന് ജീവനായിരുന്നു. എന്നെക്കാളും ഹരിയേക്കാളും മുത്തശ്ശിക്ക് അവനെയായിരുന്നു ഇഷ്ടം. എനിക്കില്ലേ അച്ചു, അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം. എന്നെക്കൊണ്ട് കഴിയും വിധം എല്ലാം ചെയ്തു കൊടുക്കണം. അവൻ പഠിച്ച് ജോലിയൊക്കെ ആകണം. വാചാലനായിരുന്നു അവൻ. അച്ചു അവൻ്റെ അടുത്ത് അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു, അവൻ്റെ ഓരോ വാക്കുകളും കേട്ടുകൊണ്ട്. ബദ്രി അവളെ നെഞ്ചിലേക്ക് ചായച്ചിരുത്തി അവളുടെ മുടിഴികളിൽ തലോടി. അപ്പുനെ അത്രയ്ക്കിഷ്ടാണോ കിന്ന? മിഴികൾ ഉയർത്തി അവൾ ചോദിച്ചു. മെല്ലെ അവനൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ നെറ്റിയിൽ കവിൾ മുട്ടിച്ചു. എനിക്ക് അവനും പാറുക്കുട്ടി ഒരുപോലെയാ, എൻ്റെ മകൻ. അങ്ങനെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. അത് എത്രമാത്രം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയില്ല, ബദ്രി നിശ്വസിച്ചു. അച്ചു ഒന്നുയർന്ന് അവൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തു. കിണ്ണൻ അച്ചുവിനെയാണോ പാറുവിനെയാണോ അതോ അപ്പൂനെയാണോ കൂടുതൽ ഇഷ്ടം? ബദ്രി ചുണ്ടു ചുളക്കി അവളെ നോക്കി. അവളൊന്ന് ചിരിയോടെ മീശക്കടിയിലെ അവൻ്റെ ചുവന്ന ചുണ്ടിൽ മെല്ലെ വിരലോടിച്ചു. പറ കിണ്ണ, അവൾ ആകാംക്ഷയോടെ നോക്കി. ആർക്കും ആരും പകരമാവില്ലല്ലോ അച്ചുട്ടിയെ. പിന്നെ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് പറയുക? അവൻ ചിരിയോടെ ചോദിച്ചു. പറ്റൂലേ? മറുപടിയായി അവൻ്റെ ചിരി ഉയർന്നു. അപ്പു എനിക്ക് അനിയനാണ്, അല്ല മകനാണ്. പാറൂട്ടി എൻ്റെ പൊന്നു മോളാണ്. അവരെ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. പക്ഷേ നിന്നേക്കാൾ അറിയില്ലാട്ടോ. മെല്ലെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചവൻ പറഞ്ഞു. അച്ചുവിൻ്റെ മുഖം വിടർന്നു. കണ്ണെടുക്കാതെ അവരെ നോക്കി നിന്നവളെ കണ്ട് പുരികമുയർത്തി അവൻ മൂളി. അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. തൊടിയിലെ ചെമ്പരത്തിപ്പൂവിനെ പോലെ ചുവന്ന അവരുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. ഇപ്പോഴാ ചെമ്പരത്തിപ്പൂ പോലെ ആയത്. കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഹരി. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നവൻ ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. എന്താ ഇവിടെ ഇരിക്കുന്നത്? കഴിക്കണ്ടേ? പതിവ് നേരം തെറ്റിയിന്ന്. നയന ചിരിയോടെ അവനടുത്തേക്ക് ചെന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലേക്ക് നീണ്ടു. എന്തു പറ്റി ഹരി? ഞാനൊന്ന് തൊട്ടോട്ടെ? അവളുടെ വയറിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ ചോദിച്ചു. എന്തിനാണ് ഹരി ഈ ചോദ്യം? നമ്മുടെ കുഞ്ഞിനെ തൊടാൻ എന്നെപ്പോലെ നിനക്കും അവകാശമുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഫോർമാലിറ്റി? അവളുടെ ശബ്ദം നേർത്തു. ഒന്നുകൂടെ അവൻ അടുത്തേക്ക് നിന്നു. ഹരി കണ്ണു നിറച്ച് അവളെ ചെറുതായി വീർത്ത വയറിൽ തൊട്ടു. കൈയൊന്ന് വിറച്ചു. നമുക്കും ഒരു മോള് മതി, പാറുക്കുട്ടിയെ പോലെ, അവൻ മുഖമുയർത്തി അവളോട് പറഞ്ഞു. നയന മനസ്സ് നിറഞ്ഞു ചിരിച്ചു. പാറുക്കുട്ടിയെ അത്രയ്ക്കിഷ്ടായോ? അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. അല്ലേലും ആ കുറുമ്പിയെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ വയറിൽ ചുംബിച്ചു.